ഭാഗവതത്തിൽ പറയുമ്പോൾ ഇതം ഭാഗവതം നാമ പുരാണം അങ്ങനെ ഒരു സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രീധരസ്വാമികൾ ഈ പദം ഒന്ന് ചേർത്ത് വ്യാഖ്യാനിച്ചു. ഇതം ഭാഗവതം നാമ പുരാണം, ഭാഗവതം നാമ പുരാണം, അങ്ങനെ പോയി പദം മുറിക്കാം. ശ്രീധരസ്വാമികൾ നാമൈക പ്രധാനം പുരാണം, അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇപ്പം നാമപ്രധാനമായ പുരാണം ആദ്യം നാമത്തിൽ തന്നെ തുടങ്ങുന്നു, അവസാനത്തിൽ നാമസങ്കീർത്തനം ഇങ്ങനെ അവസാനിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ പാടിയ ശേഷം പ്രഭാഷണത്തിലേക്ക് കിടക്കാം. बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल. लक्ष्मी नारायण रंग रंग विठ्ठल, लक्ष्मी नारायण रंग रंग विठ्ठल, बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल. लक्ष्मी नारायण रंग रंग विठ्ठल, लक्ष्मी नारायण रंग रंग विठ्ठल, गोविंद विठ्ठल गोपाल विठ्ठल, गोविंद विठ्ठल गोपाल विठ्ठल, गोविंद विठ्ठल गोपाल विठ्ठल, गोविंद विठ्ठल गोपाल विठ्ठल. श्रीरंग विठ्ठल पांडुरंग विठ्ठल, श्रीरंग विठ्ठल पांडुरंग विठ्ठल, श्रीरंग विठ्ठल पांडुरंग विठ्ठल, श्रीरंग विठ्ठल पांडुरंग विठ्ठल. बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल. लक्ष्मी नारायण रंग रंग विठ्ठल, लक्ष्मी नारायण रंग रंग विठ्ठल, गोविंद विठ्ठल गोपाल विठ्ठल, गोविंद विठ्ठल गोपाल विठ्ठल, गोविंद विठ्ठल गोपाल विठ्ठल, गोविंद विठ्ठल गोपाल विठ्ठल. श्रीरंग विठ्ठल पांडुरंग विठ्ठल, श्रीरंग विठ्ठल पांडुरंग विठ्ठल, श्रीरंग विठ्ठल पांडुरंग विठ्ठल, श्रीरंग विठ्ठल पांडुरंग विठ्ठल. बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल, जय जय विठ्ठल जय जय विठ्ठल, जय जय विठ्ठल जय जय विठ्ठल, जय 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 विठ्ठल जय 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 विठ्ठल, जय 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 विठ्ठल, जय 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 विठ्ठल, जय 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 विठ्ठल, जय 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 विठ्ठल. बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल. सर्वत्र गोविन्दनाम संकीर्तनं गोविन्द. नमः पार्वतीपतये हर हर महा. जय बोल सद्गुरु महाराज की जय. नमो नमः सद्गुरुभ्यो नमो नमः, नमो नमः सद्गुरुभ्यो नमो नमः. ज्ञानवैराग्यसम्पूर्णान् हरिभक्तिपरायणान् पूर्वाचार्यानहं वन्दे सम्प्रदायप्रवर्तकान्. भगवन्नामसाम्राज्यलक्ष्मी सर्वस्वविग्रहं श्रीमद्बोधेन्द्रयोगीन्द्रदेशिकेन्द्रमुपास्महे. हरे रामेति कृष्णेति नाम संकीर्तनं सदा
ലോകക്ഷേമായ കുറുവന്തം പ്രേമികം സദ്ഗുരും ഭജേ. പ്രേമികേന്ദ്രഗുരോഃ കീർത്തിം ദിക്ഷു സർവാസു കീർത്തയൻ യഃ സഞ്ചരതി ലോകേസ്മിൻ കൃഷ്ണദാസാത്മജം ഭജേ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദഷ്ടം യോ വിഷ്ണുരാതമമോമുചത്. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹയഗ്രീവ ഹയഗ്രീവ ഹയഗ്രീവേതി യോ വദേത് തസ്യ നിസ്സരത്തെ വാണി ജഹ്നുകന്യാ പ്രവാഹവത്. ഭൂതൈർമഹദ്ഭിർയയിമാഃ പുരോ വിഭുഃ നിർമായശേതേ യദാമോഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കി ജയ്. വേദം, പുരാണം, ഇതിഹാസം, ഉപനിഷത്ത്, ഭാഗവതം എല്ലാ ദിക്കിലും സൃഷ്ടിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. കാരണം സൃഷ്ടി നടന്നാലല്ലോ നമുക്ക് ഇങ്ങനെ സത്രമൊക്കെ ചെയ്യാൻ പറ്റും. ആദ്യം വേണ്ടത് സൃഷ്ടിയാണ്. ബ്രഹ്മസൂത്രത്തിൽ വ്യാസാചാര്യൻ അഥാതോ ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ പറഞ്ഞ വ്യാസൻ പിന്നെ രണ്ടാമത്തെ സൂത്രത്തിൽ ജന്മാദ്യസ്യ യതഃ ആ പരമാത്മാവിനെ നമുക്ക് ചർച്ച ചെയ്യാം. ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ പരമാത്മാവ് ഉണ്ടോ ഇല്ലയോ സംശയം. കാരണം പരമാത്മാവ് നേരിട്ട് കാണുന്നില്ല. ഇപ്പോൾ അടുത്ത വീട്ടുകാരനെ കാണുന്നത് പോലെ ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. 4 പ്രമാണമാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. പ്രത്യക്ഷം പറഞ്ഞാൽ അക്ഷം പ്രതി പ്രത്യക്ഷം, നേരിട്ട് കണ്ണുകൊണ്ട് കാണാനോ പറ്റുന്നില്ല ഭഗവാനെ, അടുത്ത വീട്ടുകാരനെ കാണുന്നത് പോലെ. അതേപോലെ ഇപ്പം അക്ഷം പ്രതി കാണുന്നില്ല, അതിനെക്കൊണ്ട് അപ്പോൾ പ്രത്യക്ഷമായിട്ട് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ പ്രമാണമാണ് അനുമാനം. അനുമാനം പറഞ്ഞാൽ പർവ്വതോ വന്നിമാൻ ധൂമാത്. ഒരു മലയിൽ പുക കാണുമ്പോൾ ഈ മലയിൽ എന്തുകൊണ്ട് പുക വന്നു? അവിടെ തീയുണ്ട്, അഗ്നി ഉള്ളത് കൊണ്ടാണ് അവിടെ പുക. ഇതാണ് അനുമാനം. പുകയെ കാണുമ്പോൾ അഗ്നിയെ അനുമാനിക്കുന്നു എല്ലാവരും. അനുമാനം എങ്ങനെ ചെയ്യാൻ പറ്റി? പല ദിക്കിൽ കണ്ടു അഗ്നിയും പുകയും, ഒന്നിച്ച് കണ്ടു തീയും പുകയും. എവിടെ കണ്ടു? യാഗശാലയിൽ ഗണപതി ഹോമം കഴിക്കുന്ന സമയത്തിൽ തീ കണ്ടു, അതിൻ്റെ ഒപ്പം പുക കണ്ടു. അതേപോലെ അടുക്കളയിൽ പുക കണ്ടു, തീ കണ്ടു. ഇപ്പോൾ രണ്ടും ഒന്നിച്ച് കണ്ട ഒരു അനുഭവം കൊണ്ടാണ് മലയിൽ പുക കാണുമ്പോൾ അവിടെ തീയുണ്ട്. ഇങ്ങനെ അനുമാനം. പ്രത്യക്ഷ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമാന പ്രമാണം. അപ്പോൾ ഭഗവാനൻ പ്രത്യക്ഷമായി കാണാൻ പറ്റാതെ ആവുമ്പോൾ അനുമാനം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മൂന്നാമത്തെ പ്രമാണമാണ് ഉപമാനം. ഉപമാനം പറഞ്ഞാൽ ഇവിടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഗവയം എന്ന് പേരുള്ള ഒരു മൃഗമുണ്ട്. ഈ ഗവയം പറയുന്ന മൃഗം പേര് ഇപ്പോൾ തന്നെ എല്ലാവരും പുതിയതായിട്ട് കേട്ടിട്ടുണ്ട്. ഗവയം പറഞ്ഞാൽ എന്താ, അത് എങ്ങനെ ഇരിക്കും? അപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്നു, ഗോ സദൃശോ ഗവയ, പശുവെപ്പോലെ ഇരിക്കുന്ന മൃഗമാണ് ഗവയം. ഇതാണ് ഉപമാനം.
നാരായണസ്വാമി എങ്ങനെ ഇരിക്കും ചോദിച്ചാൽ രാമസ്വാമിയെ പോലെ നാരായണസ്വാമി. അങ്ങനെ ഉദാഹരണം. അതേപോലെ ഭഗവാനെപ്പോലെ വേറെ ഒരാളില്ലേ, അപ്പോൾ ഉദാഹരണം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നാലാമത്തെ പ്രമാണമാണ് ശബ്ദം. അപ്പോൾ ശബ്ദമാണ് വേദം. വേദം, ഉപനിഷത്ത് എല്ലാം നമുക്ക് ഭഗവാനെ എങ്ങനെ കാണിച്ചു കൊടുക്കുന്നു? ജന്മാദ്യസ്യതഃ. ഈ ലോകത്തെ കണ്ടാൽ തന്നെ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത്ര ഭംഗിയായി ഒരു അദ്ഭുതമായ ലോകം സാധാരണക്കാരനക്ക് സൃഷ്ടി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സൃഷ്ടി വലിയ ഒരു തത്വമാണ്. സൃഷ്ടി പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഓരോരോ കാര്യം ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതപ്പെട്ടു പോവും. കാരണം ഓരോരോ ഇലയുടെ വ്യത്യാസം. പുളിയ മരം, പുളി കിട്ടുന്ന മരം, അതിൻ്റെ ഇല ചെറിയതായിട്ടിരിക്കുന്നു. അത് ഏറ്റവും ചെറിയ ഇല. വാഴ ഇല വലിയ ഇല, ഭക്ഷണം കഴിക്കാൻ പാകത്തിന് നല്ല വലിയ ഇല. ഇങ്ങനെ ഇലയുടെ പല വ്യത്യാസം, പുഷ്പങ്ങളുടെ വ്യത്യാസം, പല കളർ, അതേപോലെ പലവിധമായ ഗന്ധം. ഇങ്ങനെ പുഷ്പങ്ങളുടെ സൃഷ്ടി, പഴങ്ങളുടെ സൃഷ്ടി നോക്കുമ്പോൾ അദ്ഭുതമാണ്. വാഴപ്പഴത്തിൽ തന്നെ എത്ര വിധം: നേന്ത്രപ്പഴം, പൂവൻ പഴം, പേയൻ പഴം, മൊന്തം പഴം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ പേരിലാണ്. പൂവൻ പഴം പറഞ്ഞാൽ പൂവിൽ ഉണ്ടായ ആളാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് പോലെ സൃഷ്ടി ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്ന പഴമാണ് പൂവൻ പഴം. പേയൻ പറഞ്ഞാൽ ശിവനാണ്. എപ്പോഴും പേയെ പോലെ ഇങ്ങനെ ആടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നു, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്. പേയ് പറഞ്ഞാൽ രണ്ടർത്ഥം. സാധാരണ എല്ലാം പേടിച്ചിരിക്കുന്ന പേയ്. സംസ്കൃതത്തിൽ അത് അർത്ഥമില്ല. സംസ്കൃതത്തിൽ ഭൂതം പേയ് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. തമിഴ്നാട്ടിലൊക്കെ നല്ല ഭക്തന്മാരുണ്ട്. അവരുടെ പേരെന്താ? ഭൂതത്താഴ്വാർ, പേയാഴ്വാർ. ഇതെന്താണ് ഭൂതം പേയിന് പറയുമ്പോൾ? സംസ്കൃതത്തിൽ ഭൂതം പറഞ്ഞാൽ അന്നം, ഭൂതത്താഴ്വാർ പറഞ്ഞാൽ ഭൂതം പറഞ്ഞാൽ അന്നം. ഭഗവാനെ തന്നെ അന്നമായിട്ട് ഭഗവാനെ തന്നെ അനുഭവിച്ചിരിക്കുന്ന ഭക്തനാണ് ഭൂതത്താഴ്വാർ. പേയം പറഞ്ഞാൽ ജ്യൂസ്, അതാണ് പേയം. ഉഥവാ അന്നപേയം എന്ന് ചോദിക്കുന്നു ബലിചക്രവർത്തി. പേയം പറഞ്ഞാൽ കുടിക്കുന്ന സാധനം. എപ്പോഴും ഭഗവാൻ നാമത്തെ കുടിച്ചുകൊണ്ട് ഭഗവാനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തനാണ് പേയാഴ്വാർ. അപ്പോൾ സാധാരണ പേടിപ്പിക്കുന്ന പേയില്ലേ? കാരണം നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. പേയ് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എന്നാൽ വൈറ്റ് ഡ്രസ്സ് അണിഞ്ഞ് ഇങ്ങനെ തല വിരിച്ച് ഇങ്ങനെ നടക്കും. പോകുമ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ ടി വിയിൽ കാണിക്കുന്നതാണ്. പേയെ നേരിട്ട് ഇതുവരെ ഒരാളും കണ്ടിട്ടില്ലേ? കാരണം പേയെ കാണാൻ തന്നെ ഒരു യോഗ്യത വേണം. പേയെ കാണാൻ തന്നെ യോഗ്യത വേണുമ്പോൾ ഭഗവാനെ കാണാൻ എത്ര യോഗ്യത വേണം? ഇതൊക്കെ നമ്മുടെ മനസ്സിലാണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. കാരണം ടി വി കണ്ട് പേയ് പറഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് ഡ്രസ്സ്, ഇങ്ങനെ തല ഇങ്ങനെ ഇട്ടിരിക്കും, ചിലിങ്ങനെ ശബ്ദം കേൾക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ എന്താ, അങ്ങനെ ഭഗവാനെ ആസ്വദിച്ച് നടക്കുന്ന ഭഗവാനാണ്. അതാണ് പേയന്. ശിവനക്ക് ഒരു പേർ, ശിവന്റെ പേരാണ് പേയൻ. പിത്ത, പെരേശൂടി, ഇങ്ങനെ ഭഗവാനെ പാടുന്ന സമയത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ടാണ് പേയൻ പഴം പറഞ്ഞാൽ എന്താ? ശിവനെപ്പോലെ ഒരു രോഗത്തെ നിവർത്തിക്കുന്ന ശക്തിയുള്ള പഴമാണ് പേയൻ പഴം. മൊന്തം പഴം പറയാറുണ്ട്, അത് മുകുന്ദൻ പഴമാണ്. മുകുന്ദൻ്റെ പഴം മൊന്തം പഴം. ഇങ്ങനെയൊക്കെ പഴങ്ങളുടെ വ്യത്യാസം. ഇവിടെയൊക്കെ എന്താ പേര് പറയുന്നില്ല. തമിഴ്നാട്ടിൽ ഇങ്ങനെ പറയാറുണ്ട് ഓരോ വാഴപ്പഴത്തിൻ്റെ ഒരു ഭേദം. അതേപോലെ ആറഞ്ച് പഴമുണ്ട് ഒരു അദ്ഭുതം. കാരണം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ ചെറിയതായിട്ട് ഒരു സാധനം വെച്ച് ഭഗവാൻ അത് അടച്ച് വെച്ച് 6, 5, 11 വരിയായിട്ട് വെച്ചിരിക്കുന്നു ഭഗവാൻ. അത് 11, 6, 5 ഉള്ളിലുള്ള ചുല ഇരിക്കുന്നു. അതുകൊണ്ടാണ് ആറഞ്ച് പഴം. 11 ചുല ഉണ്ടാവും മിക്കവാറും. അതുകൊണ്ടാണ് അതിന് 6, 5 ചേർത്തുള്ള 11 ചുല ഉള്ള പഴം ആറഞ്ച് പഴം. ഇതൊക്കെ ഈ ഓരോ സാധനം കാണുമ്പോൾ തന്നെ ഈ സൃഷ്ടിയുടെ അത്ഭുതം നോക്കുമ്പോൾ വളരെ അത്ഭുതമായി തോന്നുന്നു. അതേപോലെ ചക്കപ്പഴം കാണുമ്പോൾ തന്നെ ഭഗവാന്റെ പാക്കിംഗ് നമുക്ക് മനസ്സിലാവണം. ഇപ്പോൾ എല്ലാവരും പാക്ക് ആൻഡ് മൂവേഴ്സ് ഉണ്ടാവും. അവർ ഒരു സാധനം കൃത്യമായിട്ട് എത്തിപ്പിക്കുന്നില്ലേ? ഭഗവാൻ നല്ല കൃത്യമായി ആ ചക്കപ്പഴത്തിന് ഒരു പാക്കിംഗ്, പുറമേ ഇങ്ങനെ മുള്ളായിട്ട് ഒരു സാധനം, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു വെക്കലെ പോലെ ഒരു കുച്ചിയെ പോലെ ഒരു സാധനം, അതിൻ്റെ ഉള്ളിലാണ് ഈ ചക്കപ്പഴത്തിൻ്റെ പാക്കിംഗ്. ഈ മാതുളപ്പഴം ഇതൊക്കെ ഭഗവാന്റെ ഒരു ക്ഷമയാണ്. ഇത്ര ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ സൃഷ്ടി ചെയ്യാൻ പറ്റും. കാരണം ആ മാതുളപ്പഴത്തിൽ ചെറിയ തുണി പോലെ ഒരു സാധനം വച്ച് അതിൽ
ഓരോരോ മുത്തായിട്ട് ഇങ്ങനെ മാതുളപ്പഴം അടുക്കി ഇത്ര ക്ഷമയായിട്ട് ഒരാളിങ്ങനെ അടുക്കി വയ്ക്കാൻ പറ്റുന്നില്ല. ആ മാതുളപ്പഴയിൽ അതിൽ എടുക്കാൻ തന്നെ നമുക്ക് ക്ഷമയില്ലേ, വേഗം ഇങ്ങനെ പൊട്ടിക്കുന്നു. അത് മാതുളപ്പഴം അത് ഉടച്ച് അത് എടുക്കാൻ തന്നെ നമുക്ക് ക്ഷമയില്ലേ, അത് വയ്ക്കാനുള്ള ക്ഷമ, ഭഗവാന്റെ ക്ഷമ ഒന്ന് ആലോചിക്കണം. ഇതൊക്കെ ഓരോരോ കാര്യം ഈ സൃഷ്ടി പറയുന്നത് ഇങ്ങനെ ഒരു മണിക്കൂർ പറയാൻ പറ്റില്ലേ. ഓരോ ആളിങ്ങനെ നോക്കി നോക്കി അത്ഭുതപ്പെട്ടിരിക്കണം. ആ മാതുളപ്പഴത്തിൻ്റെ ഒരു പാക്കിങ്, ഒരു സ്വാദ്, ഇങ്ങനെ ഒന്നൊന്ന് നോക്കുമ്പോൾ തന്നെ സൃഷ്ടിയുള്ള ഭഗവാനുക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവണം. കാരണം ഒരു ആൾക്ക് വെച്ച മൂക്ക് വേറെ ആൾക്ക് വെച്ചിട്ടില്ലേ. എല്ലാവരെയും മുഖം നോക്കിയേ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഓരോരോ ആൾക്ക് ഓരോ വിധത്തിൽ വിധവിധമായ മൂക്ക് വെച്ചിട്ടുണ്ട് ഭഗവാൻ. അതിൽ നിന്ന് ഓരോ ആൾക്ക് വെച്ച്, കാരണം അത് അത്ര ഓർമ്മശക്തിയാണ് ഭഗവാനുക്ക്. അങ്ങനെ ഓരോ ആൾക്ക് വെച്ച മൂക്ക് പോലെ വേറൊരു ആൾക്കില്ലേ. അത്ഭുതമായ ഓരോ ആൾക്ക് വിധവിധമായ മൂക്ക്. പിന്നെ എല്ലാ മൂക്കും തീർന്നു, ബാക്കി ഒന്ന് മാത്രം വന്നു, അത് മാത്രം വെച്ച് സൃഷ്ടി ചെയ്തു. അതാണ് ജാപ്പനീസ്. ജപ്പാൻകാരൻ നാട്ടുകാർക്ക് മിക്കവാറും ഒരേപോലെ തന്നെ ഇങ്ങനെ അടിഞ്ഞ മൂക്കായിരിക്കും. പറയും എല്ലാ മൂക്കും തീർന്നു തോന്നും. അപ്പോൾ ഭഗവാൻ അങ്ങനെ വെച്ചോ തോന്നുന്നു. ഇവിടെ ഭഗവാന്റെ ഒരു സൃഷ്ടി സാമർഥ്യം, നമ്മുടെ ശരീരം തന്നെ എത്ര അത്ഭുതമായ സൃഷ്ടി. നമ്മുടെ ശരീരം നോക്കൂ. നമ്മുടെ ശരീരം നോക്കുമ്പോൾ തന്നെ അതിനെ വ്യാസൻ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ജന്മാദ്യസ്യ യതഃ അസ്യ, ഈ ലോകത്തിൻ്റെ ജന്മാദി, ഈ സൃഷ്ടി എത്ര അത്ഭുതം. നമ്മുടെ ശരീരത്തിൽ തന്നെ കണ്ണ് ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കുന്നു ഭഗവാൻ. കാരണം ദൂരെ നോക്കി നടക്കണമെങ്കിൽ തീവണ്ടിയിൽ അതാണ് മുകളിൽ വെച്ചിരിക്കുന്നു ലൈറ്റ്. കാരണം നോക്കി ലൈറ്റ് നോക്കിയാലും ഈ ഡ്രൈവർ വണ്ടി ഓടിക്കണം. അതുപോലെ മുകളിൽ ഭഗവാൻ കണ്ണ് വച്ചിരിക്കുന്നു. ഇതേ കണ്ണ് തൊടയിൽ വെച്ചാൽ എന്താവും? മുണ്ട് ഉടുത്തിയും പോകാൻ പറ്റുന്നില്ലേ, മുണ്ട് ഉടുത്താതെ പോകാനും പറ്റുന്നില്ലേ. എത്ര ഒരു ആലോചന ഭഗവാന്റെ ഒരു ഒരു ശക്തി. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഒരു ട്രെയിൻ പോലെ തന്നെ, ഒരു ട്രെയിനിൽ കയറാനുള്ള വഴി, ഇറങ്ങാനുള്ള വഴി, കാറ്റ് വരാൻ വേണ്ടി ജനൽ, ഇരിക്കാൻ ഉള്ള സീറ്റ്, ഇതൊക്കെ ഭഗവാൻ അവിടെ വെച്ചിരിക്കുന്നു. ഒരു ട്രെയിൻ കണ്ടുപിടിച്ച ഒരാൾ, ഈ ട്രെയിൻ കണ്ടുപിടിച്ച ആൾക്കും ഈ ശരീരം തന്നെ പ്രമാണം. ശരീരത്തിൽ തന്നെ കയറാനുള്ള വഴി ഉള്ളിൽ അകത്തിലാക്കണം, പുറത്തു പോകാൻ വേറെ വഴി. ഭഗവാൻ രക്ഷിച്ചു. ഭഗവാനെ ഇതിനുവേണ്ടി പ്രത്യേകം ഒരു താങ്ക്സ് പറയണം ഭഗവാനോട്. കാരണം അകത്തിലാക്കാൻ ഒരു വഴി, പുറത്തു പോകാൻ വേറെ വഴി വെച്ചിട്ടുണ്ട്. ഇത് മഹാഭാഗ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതൊക്കെ നോക്കണം, നമുക്കൊന്ന് ആലോചിക്കണം. ഈ സൃഷ്ടി പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോ ആളിങ്ങനെ ആലോചിക്കണം. എന്തു പറയാ, ഒരു പ്രാണിക്ക് മാത്രം ഏത് വായിക്കൂടി ഉള്ളിൽ അകത്തിലാക്കുമോ അതേ വഴി കൂടി പുറത്ത് ആക്കുന്നു. അങ്ങനെ ഒരു പ്രാണി ഉണ്ട്, അറിയാമോ? വവ്വാൽ പറയും തമിഴ്നാട്ടിൽ. ഇവിടെ എന്താ പറയുന്നത് അറിയില്ലേ? വവ്വാൽ തന്നെ, വവ്വാൽ. അതെൻ്റെ സംസ്കൃതത്തിൻ്റെ പേരാണ് വാഗ്ഗുദം. വാഗ്ഗുദം എന്ന് അതെൻ്റെ പേര് സംസ്കൃതത്തിൽ. കാരണം വാക്ക് തന്നെ, വായ തന്നെ അതിന് ഗുദമായിട്ട് ഉപയോഗിക്കുന്നു. കാരണം എന്താ? ദേവസ്വത്തിൻ്റെ സ്വത്തു, ദേവൻ്റെ സ്വത്തു, ബ്രാഹ്മണൻ്റെ സ്വത്തു, ഇവരുടെ സ്വത്ത്, അടുത്ത പരസ്വം അടുത്തവന്മാരുടെ സ്വത്ത് അപഹരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ജനിക്കേണ്ടി വരും പറയുന്നു ശാസ്ത്രത്തിൽ, ധർമ്മശാസ്ത്രത്തിൽ. വവ്വാലായിട്ട് ജനിക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ പോയാൽ അമ്പലത്തിൽ മുഴുവനും നിറച്ചും വവ്വാളെ കാണാം. എന്താ കാരണം? അമ്പലത്തിൻ്റെ സ്വത്തെടുത്തവർ അവിടെ തന്നെ വവ്വാളായി ജനിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. തമിഴ്നാട്ടിൽ പോയാൽ വലിയ വലിയ അമ്പലങ്ങളിൽ മുകളിൽ കാണാം നിറച്ച് വവ്വാൽ ഇങ്ങനെ വരിയായിട്ടിരിക്കുന്നത്. കാരണം അമ്പലത്തിലെ സ്വത്തെടുത്തവർ അവിടെ തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വേറെ സ്ഥലത്തിൽ ജനിക്കാതെ അമ്പലത്തിൽ തന്നെ വവ്വാളായി ജനിച്ചു പോയി. ഭഗവാന്റെ ഒരു കാരുണ്യം. അകത്തിൽ ഭക്ഷണം കഴിക്കാൻ ഒരു വഴി, പുറത്തു പോകാൻ വേറെ വഴി വെച്ചില്ലേ ഭഗവാനെ. ഇങ്ങനെ ഓരോരോ കാര്യം ആലോചിക്കണം. ഈ സൃഷ്ടി അദ്ഭുതമായ സൃഷ്ടിയാണ്. നമ്മുടെ ശരീരം തന്നെ അദ്ഭുതമായ 2 ചെവി. കാരണം ഒന്ന് ഡഫായാൽ, ഒന്ന് കുഴപ്പമായാൽ ഒന്നുകൊണ്ട്, ഒന്ന് മാത്രം കൊടുത്താൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ലേ. 2 ചെവി കിട്ടുമ്പോൾ ഒരു ചെവി ഡഫായി പോയാൽ ഒരു ചെവി കൊണ്ട് പറഞ്ഞോളൂ, ഇങ്ങനെ കേൾക്കട്ടെ. ഇങ്ങനെ ഭഗവാൻ കാരുണ്യം കൊണ്ടാണ് സൃഷ്ടി ചെയ്തിരിക്കുന്നു. 2 കണ്ണുകൾ, ഒരു കണ്ണ് കേടായാലും ഒരു കണ്ണ് കൊണ്ട് ഇങ്ങനെ നോക്കിക്കോട്ടെ. പിന്നെ 2 കൈ, 2 കാൽ, ഇതൊക്കെ എല്ലാം 2 കിഡ്നി. ഓരോരോ കിഡ്നിക്ക് എത്ര വില? ചില ആളുകൾ പറയും ഭഗവാൻ ഒന്നും കൊടുത്തില്ലല്ലോ എന്ന്. എത്ര ലക്ഷം രൂപ ഓരോ കിഡ്നിക്ക് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ നമുക്ക് ഫ്രീ ആയിട്ട് 2 കിഡ്നി കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ അത്ഭുതമല്ലേ?
ഇതൊക്കെ വലിയ അത്ഭുതമാണ്. സൃഷ്ടി പറയുന്നത് ഇങ്ങനെ ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. അങ്ങനെ സൃഷ്ടി ഭഗവാൻ ഓരോരോ എല്ലാം രണ്ട് കൊടുത്തു. ഭഗവാൻ ഹൃദയം മാത്രം ഒന്ന് കൊടുത്തു. ഹൃദയം മാത്രം. ഗുരുനാഥൻ ഇവിടെ പറയാറുണ്ട്, ഹൃദയം എന്തിനാ ഒന്ന് കൊടുത്തു? ആ ഹൃദയം ഭഗവാനുക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുമ്പോൾ സത്യം പരം ധീമഹി, ആ ഹൃദയം കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചോളൂ. അവസാനത്തിലും സത്യം പരം ധീമഹി, ആ ഭഗവാനെ ഒന്ന് ധ്യാനിക്കൂ പറഞ്ഞാൽ പെട്ടെന്ന് ധ്യാനം വരണില്ല. മുമ്പ് ഒരു മഹാത്മാ പറഞ്ഞു, നാഥൻ അതോ അദ്ദേഹം, വാക്ക് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഗൗഹു, പശു പറയുമ്പോൾ തന്നെ പശുവിൻ്റെ ഓർമ്മ വരും. അപ്പോൾ വാക്ക് പറയണം, അതിൻ്റെ പേര് പറയുമ്പോൾ അതിൻ്റെ ഓർമ്മ വരും. അതുകൊണ്ടാണ് മഹാത്മാക്കൾ വെറുതെ ധ്യാനം പറയാറില്ല, നാമം ജപിക്കൂ. നാമം ജപിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ഓർമ്മ വന്നോളൂ. നമുക്കും ഒരു നാമം ജപിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രഭാഷണത്തിൽ നാമാവളി പാടാറുണ്ട്. കാരണം ചിലപ്പോൾ ഉറങ്ങിപ്പോവും, അവരെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ്. കാരണം രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എനിക്ക് തന്നെ അതിൻ്റെ ശ്രമം അറിയാം. കാരണം ഞാൻ സപ്താഹത്തിൽ പോകപ്പെട്ട ആളാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഇരുന്ന് അവർക്ക് ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ നാമാവളി പാടുമ്പോൾ ഒരു സമാധാനം കിട്ടും. അതിനു വേണ്ടിയാണ്. നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, 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 ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല, ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, കന്ദ സുന്ദര ഗോപാല, ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല, ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, നന്ദ ആനന്ദ കന്ദ. ഹേ മാധവ ഹേ കേശവ ഹേ മാധവ ഹേ മാധവ ഹേ കേശവ ഹേ മാധവ, മുരളീധര കണ്ണ മനമോഹന, മുരളീധര കണ്ണ മനമോഹന, ഹേ മുരളീധര കണ്ണ മനമോഹന, ഹേ മുരളി കണ്ണ മനമോഹന, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, നന്ദ സുന്ദര ഗോപാല, ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല, ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, ഹേ മാധവ ഹേ കേശവ ഹേ മാധവ, ഹേ മാധവ ഹേ കേശവ ഹേ കേശവ, മുരളീധര കണ്ണ മനമോഹന, ഹേ മുരളീധര കണ്ണ മനമോഹന, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര സുന്ദര ഗോപാല, സുന്ദര ഗോപാല, അതി സുന്ദര ഗോപാല, അതി സുന്ദര ഗോപാല. ഈ ലോകം കാണുമ്പോൾ തന്നെ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അദ്ഭുതമായ പന്തൽ കാണുമ്പോൾ, ഈ പന്തൽ ഇത്ര ദൂരത്തിലുള്ള പന്തൽ, ഇത്ര വിധവിധമായ വിധാനങ്ങളൊക്കെ കട്ടി, പൂക്കളൊക്കെ കട്ടി,
ഈ പന്തൽ കാണുമ്പോൾ തന്നെ ഒരു രസികൻ അത് ആസ്വദിച്ചിരിക്കും. ആസ്വദിക്കുന്ന രസികൻ എന്ത് ചെയ്യും? ഇത്ര വലിയ പന്തൽ ഇത്ര ഗംഭീരമായിട്ട് ഒരാൾ കെട്ടിയല്ലേ, അങ്ങനെ ആ പന്തൽ കെട്ടിയ ആളവന് ഓർമ്മിക്കുന്നത് പോലെ ഇത്ര വലിയ ഒരു പന്തൽ ഭഗവാൻ, ഈ ഭൂലോകം, ഇതിന് മേലെ ആകാശം ഒക്കെ നല്ല പന്തൽ പോലെ കെട്ടി ഭഗവാൻ നമുക്ക് കൊടുത്തല്ലേ. ഭഗവാന്റെ സൃഷ്ടിയിൽ ഏറ്റവും നല്ല സൃഷ്ടിയാണ് പക്ഷി. ഇങ്ങനെ പറയുന്നു, ഭാഗവതം തന്നെ പറയുന്നു, വയാംസി തത് വ്യാകരണം വിചിത്രം. വയാംസി പറഞ്ഞാൽ പക്ഷികൾ. പക്ഷികൾ ഭഗവാന്റെ ഒരു സൃഷ്ടിയുടെ സാമർഥ്യമാണ്. കാരണം ഭഗവാൻ ഓരോരോ പക്ഷിനെ ഓരോരോ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. യേന ശുക്ലീകൃതാ ഹംസാഹ ശുകാശ്ച ഹരിതീകൃതാഹ മയൂരാശ്ചിത്രിതായേന സതേ വൃത്തിം വിധാസ്യതി. യേന ശുക്ലീകൃതാ ഹംസാഹ, ഹംസപക്ഷി, കൊക്ക്, ഇതിനൊക്കെ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഭഗവാൻ. കാക്കയ്ക്ക് കറുപ്പ് പെയിൻറ്, ബാക്കി പക്ഷികൾക്ക് കൂടുതൽ പെയിൻറ്. മയിലുക്കാണ് കൂടുതൽ പെയിൻറ് ചിലവായത്. അതിൻ്റെ മയിൽ പീലിക്ക് വേണ്ടി ഓരോരോ കളർ ഇങ്ങനെ നോക്കി നോക്കി ഭഗവാൻ വച്ച്. മയൂരാഹ ചിത്രിതാഹ ശുകാശ്ച ഹരിതീകൃതാഹ. കിളി വന്നപ്പോൾ ശരീരത്തിൽ മാത്രം പച്ച കളർ പെയിൻറ്, ചുണ്ടിൽ മാത്രം ഒരു ചെമപ്പ്. ഗരുഡനക്ക് മുഴുവനും ചെമപ്പ്, കഴുത്ത് മാത്രം വെള്ള. ഇങ്ങനെയൊക്കെ ഇവിടെ ഗുരുനാഥൻ ഒരു കഥയായിട്ട് പറയാറുണ്ട്. ഭഗവാൻ സൃഷ്ടി ചെയ്യുമ്പോൾ എല്ലാ പക്ഷികളെയും വിളിച്ചു, ഭഗവാൻ വന്നോളൂ, നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാം. അപ്പം അതേപോലെ എല്ലാ പക്ഷികളും വന്നു. ഭഗവാൻ എവിടെ പെയിൻറ്, ഏഷ്യൻ പെയിൻറ്റോ നിറലൊക്കെ ഏത് പെയിൻറ് വാങ്ങി അറിയുന്നില്ല. കാരണം എത്ര നല്ല പെയിൻറ് വാങ്ങി വീട്ടിലടിച്ചാൽ 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെ അതിങ്ങനെ പിരിഞ്ഞ് വരുന്നുണ്ട്. ഈ ഭഗവാൻ അടിച്ച പെയിൻറ് ഈ കിളി എത്ര പ്രാവശ്യം, ഈ കിളി കാക്കൊക്കെ മഴയിലും വെയിൽ കൊണ്ടാലും ആ പെയിൻറ് കരയുന്നില്ല. എത്ര അത്ഭുത പെയിൻറ് ഭഗവാൻ എവിടെ വാങ്ങി? ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. ഞാൻ പറയുന്നില്ലേ, ഭാഗവതം തന്നെ. ഭാഗവതത്തിൽ വയാംസി തത് വ്യാകരണം വിചിത്രം. വിചിത്രം എന്ന അത്ഭുതം പറയുന്നു ഭാഗവതം തന്നെ. പക്ഷികൾ ഭഗവാന്റെ സൃഷ്ടി സാമർഥ്യമാണ്. അപ്പോൾ ആദ്യം മയിലേക്ക് പെയിൻ്റ് അടിച്ചു, പിന്നെ കിളി, ഗരുഡൻ, കാക്ക മാത്രം പതുക്കെ വന്നു. കാരണം ഈ കറുപ്പ് കളറിൻ്റെ കൂടുതൽ ആവശ്യമില്ല. ഒന്ന് ഐബ്രോ ഇതിന് മാത്രം വേണ്ടി വരും. ഈ പുരിഹം മാത്രം കറുപ്പ് വേണ്ടി, ബാക്കി ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാ പെയിൻറ്റും തീർന്നു. ഒടുവിൽ കറുപ്പ് മാത്രം ബാക്കി വന്നു. ആ സമയത്താണ് പതുക്കെ വന്നു കാക്ക. എവിടെ പോയി ചോദിച്ചപ്പോൾ അവളുടെ വീട്ടിൽ ആ പപ്പടം കാച്ചി, അവൾ പപ്പടം വെയിലിൽ ഉണർത്തിയിരുന്നു, അത് എടുക്കാൻ പോയതാണ് പറഞ്ഞു. ഇങ്ങനെ അടുത്തവരുടെ സാധനം എടുക്കാൻ പോയപ്പോൾ കാക്കയ്ക്ക് വേറെ കളർ കിട്ടിയിട്ടില്ല, കറുപ്പ് മാത്രം ബാക്കി വന്നു. കാക്കയ്ക്ക് കറുപ്പ് കളർ അടിച്ചു. എന്തായാലും ഭഗവാന്റെ ആ സാമർഥ്യം, സൃഷ്ടി സാമർഥ്യം. പക്ഷികൾ, ചാതകം ഇങ്ങനെ ഒരു പക്ഷി, ഓരോ പക്ഷി ഓരോരോ വിധത്തിലാണ്. ഈ ചാതക പക്ഷി ഭൂമിയിലുള്ള വെള്ളം കുടിക്കാറില്ലേ, ആകാശത്തിൽ നിന്നും പ്യൂറായിട്ട് വരുന്ന ആ മഴവെള്ളം മാത്രം കുടിക്കുള്ളൂ. ഇത് നല്ല ഉദാഹരണം രാമകൃഷ്ണ പരമഹംസൻ പറയുന്നു. ശാസ്ത്രം ഒന്നായാലും വ്യാഖ്യാനിക്കുന്നവർ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതിനെന്താ കാരണം? ശാസ്ത്രം പ്യൂർ വെള്ളം പോലെ തന്നെ ശുദ്ധമായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ വീട് ഓടിൽ വീണ് വരുമ്പോൾ പിന്നെ ആ ശുദ്ധമായ വെള്ളം കറുത്ത കളറായി മാറുന്നു. അതുപോലെ പറയുന്നവരുടെ വാക്ക് അനുസരിച്ച് ഈ ശാസ്ത്രങ്ങൾ വിവിധമായി ആവുന്നു. ശാസ്ത്രം ഒന്നേ ഉള്ളൂ, അത് വ്യാഖ്യാനിക്കുന്ന ശൈലി അനുസരിച്ചാണ്. അപ്പോൾ മഴജലം മാത്രം, ശുദ്ധമായ മഴജലം മാത്രം കുടിക്കുന്നു ഈ ചാതക പക്ഷി. പിന്നെ ചക്കോറം എന്ന പേരുള്ള പക്ഷി, അതിന് മഴവെള്ളം പോലും വേണ്ട, ചന്ദ്രനെ നോക്കി തന്നെ അത് ജീവിച്ചോളും. അങ്ങനെ ചക്കോറം എന്ന ഒരു പക്ഷി. വേറൊരു പക്ഷി മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലേ. കാരണം എന്താ? ആ പക്ഷി നല്ല ശുദ്ധമായ സംഗീതം കേട്ട് മാത്രമേ ജീവിക്കുള്ളൂ. ആ പക്ഷിക്ക് ഒരു ദോഷം ഉണ്ട്. എന്താ? ശുദ്ധമായ സംഗീതം കേൾക്കുമ്പോൾ ജീവിക്കും. ആരെങ്കിലും ആ സംഗീതം ഒന്ന് മാറ്റി അപസ്വരമായി പാടിയാൽ പിന്നെ മരിക്കും. ഇപ്പോൾ ആ പക്ഷി ഉണ്ടാവുന്നില്ല, കാരണം എല്ലാവരും പാടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നല്ല സംഗീതം കേട്ട് തന്നെ ജീവിക്കുന്ന പക്ഷി. അപ്പോൾ പക്ഷികളൊക്കെ കാണുമ്പോൾ ഭഗവാനെ ഓർക്കണം. തമിഴ്നാട്ടിൽ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു, മഹാകവി ഭാരതിയാർ. അദ്ദേഹം പാടുന്നു, കാക്കൈ ചിറകിനിലേ നന്ദലാലാ നിന്ദൻ കரிய നിறம் தோன்றுதையா நந்தலாலா பார்க்கும் மரங்களெல்லாம் நந்தலாலா நின்றன்
பச்சை நிறம் தோன்றுதையா நந்தலாலா, கேட்கும் ஒளியிலெல்லாம் நந்தலாலா நின்றன் கீதம் இசைக்குதடா നന്ദലാല. കാക്കൈ ചിര കൃഷ്ണ, ആ കാക്കയെ കാണുമ്പോൾ എനിക്ക് നിൻ്റെ ഓർമ്മയാണ് വരുന്നു. ചില ആൾക്ക് കാക്കയെ കാണുമ്പോൾ ഭഗവാന്റെ ഓർമ്മ വരണില്ലേ, കാക്കയെ കാണുമ്പോൾ ശനീശ്വരൻ്റെ ഓർമ്മ വരണം. ഈ കാക്കയെ വാഹനമുള്ള ആളാണ് ഓർമ്മ വരണം. എനിക്ക് കാക്കയെ കാണുമ്പോൾ ഭഗവാന്റെ ഓർമ്മ. മരങ്ങളെ നോക്കുമ്പോഴും. പിന്നെ അദ്ദേഹം ഒരു വരിയിൽ പാടുന്നു, തീക്കുൽ വിരലൈ വൈത്താൽ നന്ദലാല ഉന്നൈ തീണ്ടും ഇൻപം തോന്നുതയ്യാ നന്ദലാല. തീക്കുൽ വിരളை வைத்தாൽ, തീയിൽ വിരള വയ്ക്കുമ്പോഴും കൃഷ്ണ നിന്നെ സ്പർശിക്കുന്നത് പോലെ ഒരു ആനന്ദം കിട്ടുന്നു. ഇത് നമുക്ക് അനുഭവത്തിലില്ല. കാരണം അറിയാതെ തന്നെ തീയിൽ കൈവയ്ക്കുമ്പോൾ പൊള്ളുന്നു. ഇദ്ദേഹം പറയുന്നു തീക്കുൽ വിരളை வைத்தாൽ. ഇത് പ്രഹ്ലാദനക്കും ഭാരതീയർക്ക് മാത്രമേ മനസ്സിലാകുന്ന ഒരു വിഷയം. കാരണം അനുഭവമുള്ള ജ്ഞാനികൾ സ്വയം കവിത എഴുതാൻ വേണ്ടി എഴുതിയിട്ടില്ലേ. കവിതയായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്, മഹാത്മാക്കളുടെ അനുഭവമാണ് ഇങ്ങനെ കവിതയായിട്ട് വരുന്നു. മഹാത്മാക്കളുടെ പ്രഭാഷണം പറഞ്ഞാൽ സുഖാചാര്യൻ്റെ പ്രഭാഷണത്തിന് ഒരു വ്യത്യാസം പറയുന്നുണ്ട് മഹാത്മ്യത്തിൽ. എത്രാഗ്രേ ഭാവവക്ത. ഭാഗവത്തിൻ്റെ പദം വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ ഭാവം മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഭാഗവതത്തിന് ആദ്യത്തെ വ്യാഖ്യാനം രചിച്ച ശ്രീധരസ്വാമികൾ ആ വ്യാഖ്യാനത്തിൻ്റെ പേരിട്ടു ഭാവാർത്ഥ ദീപിക. പദാർത്ഥ ദീപിക്കാൻ പേരിട്ടിട്ടില്ലേ. പദാർത്ഥം സാധാരണ സംസ്കൃതം പഠിച്ചവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പദം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, ആ പദത്തിൻ്റെ ഭാവം. സാഹിത്യശാസ്ത്രത്തിൽ തന്നെ ധ്വനി പറയാറുണ്ട്. ആ ധ്വനിക്കാണ് കൂടുതൽ പ്രധാനം. ധ്വന്യാലോകനം ഇങ്ങനെ വലിയ ഗ്രന്ഥം തന്നെ ഉണ്ട്. ആ ധ്വനി, ആ വാക്കിൻ്റെ ധ്വനി, അത് ധ്വനിയുടെ ഉദാഹരണം എന്ന് ഒന്ന് പറയാം. ഒരു ഭാര്യ ഭർത്താവ്, അപ്പോൾ ഭർത്താവ് ഫാറിനിൽ നിന്നും സിംഗപ്പൂർ എവിടെ പോയി നല്ല ഷർട്ട് ഒക്കെ 4-5 ഷർട്ട് വാങ്ങി വന്നു. അപ്പോൾ ഭാര്യ ഭർത്താവോട് പറഞ്ഞു, നാളെ എൻ്റെ അനിയൻ ഇവിടെ വരാൻ പോകുന്നു, എൻ്റെ അനിയനുക്ക് ഫാറിൻ ഷർട്ടെങ്കിൽ വളരെ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഷർട്ടുമൊക്കെ പുറത്തിങ്ങനെ തൂക്കിയിടത്, ഉള്ളിൽ സൂക്ഷി ബീറോയിൽ വെച്ചോളൂ. ഇത് പറഞ്ഞപ്പോൾ ഈ ഭർത്താവ് ശുദ്ധൻ അത് പറഞ്ഞപ്പോൾ, അപ്പോൾ നിൻ്റെ അനിയനക്ക് കൂടുതൽ ഇഷ്ടമോ ഫാറിൻ ഷർട്ട്? അപ്പോൾ ഞാൻ സൂക്ഷിച്ച് വയ്ക്കാൻ പറഞ്ഞ് അതെടുത്ത് ബീറോയിൽ വെച്ച് താക്കോലൊക്കെ പൂട്ടിയിട്ടു. അനിയൻ വന്നു, 2 ദിവസം കഴിഞ്ഞു കൂടി പിന്നെ പോയ ശേഷം വീണ്ടും ഭാര്യ ചോദിച്ചു, എൻ്റെ അനിയനക്ക് ഫാറിൻ ഷർട്ട് 4-5 ഉണ്ടല്ലോ, ഒന്ന് കൊടുക്കാമായിരുന്നില്ലേ? നീയല്ലേ ഞാനാൽ പറഞ്ഞു ഉള്ളിൽ പൂട്ടിയിടണം. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ പൂട്ടിയിടാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അനിയനക്ക് ഫാറിൻ ഷർട്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അത് പൂട്ടിയിടാൻ പറഞ്ഞാൽ അത് താത്പര്യമല്ലേ? ഇഷ്ടമാണ് എൻ്റെ താത്പര്യം, നിങ്ങൾ കൊടുക്കണമെന്നാണ് അതെൻ്റെ താത്പര്യം. പൂട്ടിയിടാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ? ആ ഭാര്യയുടെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ പ്രഭാഷണം കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഭാര്യ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഇതാണ് ധ്വനി. ഒരു വാക്കിൻ്റെ ധ്വനിക്കാണ് കൂടുതൽ പ്രധാനം. ഇപ്പോൾ ഭാഗവതത്തിൽ സുഖാചാര്യൻ എങ്ങനെ വർണ്ണിക്കുന്നു? എത്രാഗ്രേ ഭാവവക്ത സരസരചനയ. ആ ഭാവവക്താവായിട്ട് തന്നെ ഞാൻ ഭൂമാനന്ദ സ്വാമിയെ ഇന്ന് കണ്ടു. ഇതിന് വരെ എനിക്ക് ഭാഗവത്തിൻ്റെ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. പൃഥു ചക്രവർത്തി പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ ചോദിച്ചു പൃഥു ചക്രവർത്തിയോട്, പൃഥു ചക്രവർത്തി നിനക്ക് എന്താ വരം വേണം? അപ്പോൾ പൃഥു ചക്രവർത്തി വരം ചോദിച്ചു, ഭഗവാനെ എനിക്കൊരു 10,000 ചെവി തരണേ, വിധത്സ്വ കർണായുധം ഏഷമേ വരഹ. ഒരു 10,000 ചെവി തരണേ ചോദിച്ചു. 10,000 ചെവി അത് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആലോചിച്ചപ്പോൾ ഇപ്പോൾ അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞു, 4 ചെവി കടം മേടിച്ച് വരൂ. അപ്പം 4 ചെവി കടം മേടിച്ച് വരൂ പറഞ്ഞാൽ എന്താ അർത്ഥം? 2 ആളെ വിളിച്ചു കൊണ്ടുവരും അർത്ഥം. അതാണ് അർത്ഥം. അപ്പോൾ പൃഥു എന്താ പറയുന്നു? അദ്ദേഹം വളരെ കാരുണ്യത്തോട് 4 ചെവി മാത്രം പറഞ്ഞു. പൃഥു 4 ചെവി പറഞ്ഞിട്ടില്ലേ, 10,000 ചെവി പറയുന്നു ഇവിടെ. വിധത്സ്വ കർണായുധം 10,000 ചെവി പറഞ്ഞാൽ 10,000 ആളുകളെ വിളിച്ചു കൊണ്ടുവരണം. അവിടെ എല്ലാവരുടെ ഒപ്പം ഭാഗവതം കേട്ട് ആസ്വദിക്കണം. അതിനു വേണ്ടി എനിക്ക് 10,000 ചെവി തരണേ. അപ്പോൾ ഈ 10,000 ചെവി തരണേൻ്റെ അർത്ഥം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. വിധത്സ്വ കർണായുധം ഏഷമേ വരഹ. അങ്ങനെ ഭക്തന്മാരോട് കൂടിയിരുന്ന് ആ ഗുരുനാഥന്മാരുടെ പ്രഭാഷണം, അവർ ഇങ്ങനെ സാധാരണ പ്രഭാഷകന്മാരുടെ പ്രഭാഷണത്തിനും മഹാത്മാക്കളുടെ പ്രഭാഷണത്തിനും ചെറിയ വ്യത്യാസം ഉണ്ടാവും. സാധാരണ പ്രഭാഷകന്മാർ പുസ്തകം നോക്കി പഠിച്ച് അത്
വായിച്ച് ബുദ്ധിയിൽ കയറ്റി ബുദ്ധി തലത്തിൽ നിന്നും പ്രഭാഷണം ചെയ്യും. അങ്ങനെ ബുദ്ധി തലത്തിൽ നിന്നും പ്രഭാഷണം ചെയ്യുന്നവരുടെ പ്രഭാഷണം കേട്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ബുദ്ധി കൊണ്ട് ആസ്വദിച്ച് പോകും. ചില മഹാത്മാക്കൾ, എൻ്റെ ഗുരുനാഥനെ പോലെയുള്ള മഹാത്മാക്കളുടെ പ്രഭാഷണം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു ആനന്ദ അനുഭവം ഉണ്ടാവും. കാരണം അവർ ബുദ്ധി തലത്തിൽ നിന്നും പ്രഭാഷണം ചെയ്യാറില്ലേ. മഹത്തമ അന്തർഹൃദയാത് മുഖച്യുത, അവരുടെ അന്തർഹൃദയത്തിൽ നിന്നും ആ ആനന്ദ അനുഭവം, ആ ബ്രഹ്മാനുഭവമാണ് പ്രഭാഷണം. സാധാരണ ബ്രഹ്മാനുഭവം അനുഭവിച്ചവർ പറയാറില്ലേ. ദേവി ഭാഗവത്തിൽ ഒരു ശ്ലോകമുണ്ട്. സത്യവ്രതൻ എന്ന ഒരാളോടൊരു വേടൻ ചോദിക്കുന്നു, ഞാൻ ഒരു പന്നിയെ അടിച്ചു, ആ പന്നി ഇവിടെ വന്നു. ആ സത്യവ്രതനക്ക് നുണ പറയാൻ പറ്റുന്നില്ലേ. ഇപ്പം കണ്ട ആൾക്ക് പറയാൻ പറ്റുന്നില്ലേ, പറയാൻ പറ്റുന്ന ആൾക്ക് കാണാൻ പറ്റുന്നില്ലേ. സാധാരണ അർത്ഥം എന്താ? കാണുന്ന ഈ കണ്ണിന് പറയാൻ പറ്റുന്നില്ലേ, പറയാൻ പറ്റുന്ന ഈ വായയ്ക്ക് കാണാൻ പറ്റുന്നില്ലേ. അതാണ് സാധാരണ അർത്ഥം. ശരിക്കുമുള്ള അർത്ഥം കണ്ടവർ വിണ്ടിലർ. ആ പരമാത്മാവിനെ കണ്ടവർ അവർക്ക് പറയാൻ പറ്റുന്നില്ലേ. അവർ രമണ മഹർഷി പോലെ ഇങ്ങനെ മൗനമായി ഇതിനെ വായടച്ചിരിക്കും. അങ്ങനെ വായടച്ചിരിക്കുന്നവരെ ഭഗവാൻ ഉള്ളിൽ നിന്നും പറയിപ്പിക്കും. അങ്ങനെ ചില മഹാത്മാക്കൾ, നമ്മുടെ ഭൂമാനന്ദ പോലെ ചില മഹാത്മാക്കൾ എന്തിനാ പറയിപ്പിക്കുന്നു? ഭഗവാനാണ് പറയിപ്പിക്കുന്നു. ഈ ജനങ്ങളെ ഒന്ന് തിരുത്താൻ വേണ്ടിയാണ്. ഈ ജനങ്ങൾ ഇങ്ങനെ ഭൗതിക സുഖത്തിൽ ഇങ്ങനെ ഓടി ഓടി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഞാൻ വളരെ സങ്കടപ്പെട്ടു. ഓരോരോ ജീവികളുടെ ആ ജീവകാരുണ്യം അദ്ദേഹം ആണയെ ഇങ്ങനെ സങ്കടപ്പെടുത്തിയപ്പോൾ ആ ആണപ്പാപ്പനക്ക് എങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണം പറഞ്ഞു. കാരണം അങ്ങനെ ശിക്ഷ കൊടുക്കാൻ പറയേണ്ടത് കാരണം എന്താ? അത്ര ജീവികളുടെ ഉള്ള സ്നേഹമാണ്. യത് സർവഭൂത ദയയാ അസതലഭ്യ യൈക. ഇതൊക്കെ നോക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമായി. എന്നോട് വീട്ടിലുമുണ്ട് ഗുഡ് നൈറ്റ് ഹിട്ടുമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഭാര്യയെ. അപ്പോൾ ഞാൻ ഈ ഭൂമാനന്ദ പ്രഭാഷണം കേൾക്കുമ്പോൾ പിന്നെ ഹിറ്റ് വേണ്ടാം, ഇനി ഗുഡ് നൈറ്റ് വേണ്ടാം തോന്നുന്നു. കാരണം ആ മഹാത്മാക്കളുടെ ആ അന്തർഹൃദയത്തെ അവർ അന്തർഹൃദയത്തിൻ്റെ ആ ഭാവമാണ് ഇവിടെ വർണ്ണു. അവരുടെ സ്നേഹമാണ് ഇവിടെ ജീവദയ. പിന്നെ വിഷയം മാറിപ്പോയി, സൃഷ്ടിയിൽ നിന്നും ഭൂതദയകളായി. എന്തായാലും അപ്പോൾ ഭഗവാന്റെ ആ സൃഷ്ടി സാമർഥ്യമാണ് ഈ പക്ഷികളൊക്കെ. വയാംസി തത് വ്യാകരണം വിചിത്രം. ഈ സൃഷ്ടി ആധുനിക ശാസ്ത്രദൃഷ്ടിയിൽ ഇവിടെ പറഞ്ഞു. ആധുനിക ശാസ്ത്രദൃഷ്ടി ഇന്നും പുരോഗമിച്ചിട്ടില്ലേ. ഭാഗവതം എല്ലാം ഋഷീശ്വരന്മാർ ആദ്യം തന്നെ എല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞു. സാധാരണ സാഹിബുമാർ എന്ത് പറയും? ഒരാളിങ്ങനെ നോക്കിയിരുന്നു, ഒരു ആപ്പിൾ പഴം മരത്തിൽ നിന്നും താഴോട്ട് വീണപ്പോൾ അയാൾ ആലോചിച്ചിരുന്നു, ഈ പഴം ഇങ്ങനെ താഴോട്ട് വീഴുന്നു മേപ്പോട്ട് പോവാതെ. അപ്പോൾ ഭൂമിയിൽ ഒരു ശക്തിയുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു അവർ സാഹിബ്. അവർ ഇപ്പോഴാണ് പറഞ്ഞു. നമ്മുടെ ഭാരതദേശത്തിൽ മഹാത്മാക്കൾ പണ്ടേ പറഞ്ഞു, ഭൂമിയിൽ ഈ ഭൂമിയുടെ താഴെ പാതാളത്തിൽ സംകർഷണ ഭഗവാൻ സമ്യക്ക് കർഷത്തി, എല്ലാവരും ആകർഷിക്കുന്ന സംകർഷണ ഭഗവാൻ താഴോട്ട് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാം താഴോട്ട് വരുന്നു. സംകർഷണ ഭഗവാന്റെ മഹിമയാണ്. ഇപ്പോഴും പറയുന്നു, ഈ ഭൂമിയിലെ ഗവേഷണം നടത്തുന്നവർ ഈ ഭൂമിയുടെ താഴെ, സമുദ്രത്തിൻ്റെ താഴെ ഒരു പാമ്പ് പോലെ ഒരു രൂപമുണ്ടെന്ന്. അത് തന്നെ ആദ്യം മഹർഷിമാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ള സംകർഷണ ഭഗവാൻ ആദിശേഷനാണ്, നമ്മുടെ സ്വന്തം ശിരസിൽ ഈ ഭൂമി ധരിച്ചിരിക്കുന്നു. ഈ ശാസ്ത്ര ഗവേഷകന്മാർ ഇന്നും കണ്ടുപിടിച്ചിട്ടില്ലേ. മഹർഷിമാർക്ക് ആദ്യം പറഞ്ഞു വെച്ചു. ഇപ്പോൾ തന്നെ പതുക്കെ അവർ കണ്ടുവരുന്നു. ഇപ്പോഴാണ് അവർ ക്ലോണിങ് കണ്ടുപിടിച്ചു. മരിച്ച ഒരാളിടത്തിൽ നിന്നും ആ ജീവൻ എടുത്ത് സൃഷ്ടിക്കാൻ പറ്റും. ഇങ്ങനെ അവർ പറയുന്നു, സ്പമൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നു. അത് ഇപ്പോൾ തന്നെ ഇവിടെ ആധുനിക ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചു. പണ്ടൊക്കെ ഭാഗവത്തിൽ പറഞ്ഞു, മരിച്ചു കടന്ന വേനൻ്റെ ശരീരത്തിൽ നിന്നും പൃഥുഭഗവാൻ ആവിർഭവിച്ചു. മഹർഷിമാരുടെ സൃഷ്ടി സാമർഥ്യമാണ്. അഥതസ്യ പുനർവിപ്രൈഹി അപുത്രസ്യ മഹീപദേഹി ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത. പണ്ടൊക്കെ ഉണ്ട് ഈ ക്ലോണിങ്. അത് ഇപ്പോൾ തന്നെ പുതിയതായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, സിസേറിയൻ ആദ്യമായി തുടങ്ങി പറഞ്ഞു. അത് പണ്ടൊക്കെ ഭാഗവത്തിൽ, എല്ലാം ഭാഗവത്തിൽ ഇല്ലാതെ ഒന്നും ഇല്ലേ. സിസേറിയൻ ആദ്യമായി സിസേറിയൻ കൊണ്ട് ജനിച്ച ഒരാളാണ് അശ്മകൻ. അങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്നു. അശ്മകാൻ ഭാഗവത്തിൽ നവമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. അശ്മകാൻ മൂലകോജജ്ഞേ. ആ രാജാവിൻ്റെ പേരാണ് അശ്മകൻ. അശ്മകൻ കല്ലുകൊണ്ട് ജനിച്ച ആളാണ്, കല്ലുള്ള ആളാണ്. കാരണം ഒരു രാജാവിൻ്റെ ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടായിട്ടില്ല. അപ്പോൾ രാജാവ് വശിഷ്ഠനോട് പറഞ്ഞപ്പോൾ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുട്ടി ഉണ്ടായി, ഗർഭം ധരിച്ചു. ആ
ഗർഭത്തിൽ നിന്നും കുട്ടി താഴോട്ട് ജനിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായി ഒരു സിസേറിയൻ പോലെ തന്നെ നമുക്ക് അത് സങ്കല്പിക്കാം. വസിഷ്ഠൻ ഒരു കല്ല് കൊണ്ട് ഒരു പാറ കൊണ്ട് അടിച്ച് ആ കുട്ടിയെ പുറത്ത് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് സിസേറിയൻ. ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യവും ഹൈ ജമ്പ് ലാങ് ജമ്പൊക്കെ ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പണ്ടേ ഹനുമാൻ ആദ്യം തുടങ്ങിയതാണ് ഈ ഹൈ ജമ്പ് ലാങ് ജമ്പൊക്കെ ആദ്യമായി ചാടിപ്പോയതാണ്. ഇപ്പോഴാണ് ചന്ദ്രമണ്ഡലം വരെ എത്തിച്ചിരിക്കുന്നു. ഇന്ന് ചന്ദ്രൻ പോയി, പിന്നെ ചൊവ്വായി വരെ പോയിട്ടുണ്ട്. ഇന്ന് സൂര്യമണ്ഡലം എത്തിയിട്ടില്ലേ. ഇനി ഇത് സൂര്യൻ വരെ ഇന്ന് എത്തിയിട്ടില്ലേ. ഹനുമാൻ ഒറ്റ ചാട്ടത്തിൽ സൂര്യമണ്ഡലം എത്തിക്കഴിഞ്ഞു രാമായണത്തിൽ. അപ്പോൾ ഇവർ ഇന്നും സൂര്യമണ്ഡലം വരെ പോകാനുള്ള വിമാനം തയ്യാറിച്ചിട്ടില്ലേ. പണ്ടൊക്കെ എല്ലാം ഉണ്ട്. അത് ഇവരിങ്ങനെ പതുക്കെ വരുന്നു. രാമായണത്തിൽ ഒരു സർഗമുണ്ട്, അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. യന്ത്രോക്ഷിപ്ത ഇവാചലാഹ. വാൽമീകി രാമായണം ഒന്ന് പഠിച്ചു നോക്കും. അതിൽ അയോധ്യയിൽ നിന്നും ചിത്രകൂട പർവ്വതത്തിലേക്ക് ഭഗവാനെ കാണാൻ വേണ്ടി ഭരതൻ പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെടുന്ന സമയത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ എല്ലാവരും അയോധ്യയിലിരിക്കുന്ന എല്ലാ മക്കളെയും കൊണ്ടുപോകണം, എല്ലാ പ്രജകളെയും. അപ്പോൾ കൂടുതൽ ആളുകളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യമെല്ലാം ചെയ്തു കൊടുക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു ഒരു മാർഗസംസ്കാര ഇങ്ങനെ ഒരു അധ്യായം, ഒരു സർഗം, അത് വായിച്ചു നോക്കൂ. എന്തൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. പുതിയതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് ഉണ്ടായത് ഇപ്പോൾ വീണ്ടും വരുന്നു, അത്രയേ ഉള്ളൂ. പണ്ട് ഉണ്ടായത് തന്നെ എല്ലാമേ പുതിയതായിട്ട് ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? ഒരു കുതിരക്കൊമ്പ് ഉണ്ടാക്കണം. കുതിരക്കൊമ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? തയ്യാർ ചെയ്യാൻ പറ്റുമോ? കുതിരക്കൊമ്പ് പറ്റുന്നില്ലേ. കാരണം അത് ഇല്ലേ, അത് ചെയ്യാൻ പറ്റുന്നില്ലേ. ഇപ്പോൾ എന്തൊക്കെ അവർ ഉണ്ടാക്കുന്നോ, പുതിയതായിട്ട് സൃഷ്ടി നടത്തുന്നുണ്ടോ, അതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. അവിടെ പറയുന്നു, ഒരു വൃക്ഷാൻ ആരോപിതാഹ അങ്ങനെ പറയുന്നുണ്ട് രാമായണത്തിൽ. വൃക്ഷങ്ങൾ മരങ്ങൾ ഇല്ലാത്ത സ്ഥലത്തിൽ, അപ്പോൾ ജനങ്ങൾക്ക് വെയിലില്ലാതിരിക്കാൻ വേണ്ടി വേരോട് തന്നെ മരം എടുത്ത് അത് നശിക്കും മുമ്പ് തന്നെ, അത് മരിക്കും മുമ്പ് തന്നെ വേഗമായി കൊണ്ടുപോകുന്ന സാധനം പണ്ടൊക്കെ വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനത്തിൽ കൊണ്ടുപോയി അവിടെ വേറെ മരം ഇല്ലാത്ത സ്ഥലത്തിൽ ആ മരം നട്ടുവച്ചു. അങ്ങനെ മരം ഇല്ലാത്ത സ്ഥലത്തിൽ മരം ഒക്കെ വച്ചു. ഇതൊക്കെ വേഗത്തിലാണ്. ഒരു വാരത്തിൽ, ഒരു ആഴ്ചയിലാണ് ഇതൊക്കെ നടന്നു. അതേപോലെ കുളം ഇല്ലാത്ത സ്ഥലത്തിൽ കുളം ഉണ്ടാക്കി. ഇപ്പോഴാണ് വലിയ വലിയ സാധനം ഇങ്ങനെ ഭൂമിയിൽ വേണ്ടി കുളം ഉണ്ടാക്കാനുള്ള വലിയ സാധനമൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ക്രെയിൻ ഒക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. അവർ വേഗം യന്ത്രോക്ഷിപ്ത, മലയെപ്പോഴും ഈ യന്ത്രം കൊണ്ട് ഉയർത്താൻ പറ്റി പണ്ട്. അതാണ് ഇവിടെ പറയുന്നു, യന്ത്രോക്ഷിപ്ത ഇവാചലാഹ. അതുപോലെ വിമാനവും പണ്ട് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പുതിയ രീതിയിൽ വീണ്ടും വന്നിരിക്കുന്നു. പുഷ്പവിമാനം രാവണൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഉപരിചര വസു, ഇത് എല്ലാവരുടെ കയ്യിലും മുമ്പൊക്കെ വിമാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സൃഷ്ടി വിഷയം നമ്മുടെ ഭാഗവതത്തിൽ 10 അവതാരമായി വർണ്ണിക്കുന്നു. മത്സ്യം കൂർമ്മം മത്സ്യകൂർമ്മോ വരാഹശ്ച നാരസിംഹശ്ച വാമനഃ. ഇതൊക്കെ സൃഷ്ടിയുടെ ഒരു വിഷയം തന്നെ. ആദ്യം എന്തുണ്ടായിരുന്നു? വെള്ളം മാത്രമേ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്നാണ് തമ ആസീത് തമസാ ഗൂഢമഗ്നേ പ്രകേതം സലിലകം സർവമായിതം. സലിലം, വെള്ളം മാത്രമേ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ ആദ്യം ജനിച്ചു. വെള്ളത്തിൽ ഉള്ള സൃഷ്ടിയിൽ ആദ്യം വെള്ളത്തിലുണ്ടായ പ്രാണികളാണ്. അതാണ് ആദ്യം മത്സ്യാവതാരം. പിന്നെ വെള്ളത്തിലും ഭൂമിയിൽ നടക്കാനുള്ള ജന്തു, അതാണ് കൂർമ്മം. വെള്ളത്തിലും ഉണ്ടാവും, സ്ഥലത്തിലും ജലത്തിലും സ്ഥലത്തിനും നടക്കാൻ പറ്റിയ ജീവൻ. പിന്നെ വരാഹം, 2 കാലം കൊണ്ട് നിൽക്കാൻ പറ്റുന്ന, ഒരു 4 കാലം കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ജീവൻ വരാഹം. പിന്നെ നരസിംഹം, പകുതി മനുഷ്യൻ പകുതി നരൻ. മിക്കവാറും ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ. ചില ആളെ കാണുമ്പോൾ മനുഷ്യൻ പോലെ ഇരിക്കുന്നു, ഉള്ളിലുള്ള സ്വഭാവം കാണുമ്പോൾ മൃഗത്തിൻ്റെ സ്വഭാവം. ചില ആൾ നായ പോലെ ഇങ്ങനെ ചാടും, നായ പോലെ വരുന്നു. ചില ആളുകൾ നായ പോലെ കുറയ്ക്കുന്നു, ചില ആളുകൾ കുറങ്ങനെ പോലെ ചാടുന്നു. ഇതൊക്കെ എന്താ അവരുടെ മൃഗീയമായിട്ടുള്ള സ്വഭാവം. ഇപ്പോൾ പകുതി മനുഷ്യൻ പകുതി സിംഹമായി ഇരിക്കുന്ന ഒരു ജീവൻ. പിന്നെ ചെറിയ ആളായിട്ട് വന്ന വാമനൻ. പിന്നെ മനുഷ്യൻ ഉയർന്ന് പിന്നെ പരശുരാമൻ, പിന്നെ ശ്രീരാമൻ്റെ അവതാരം പോലെ തന്നെ മനുഷ്യൻ്റെ ഒരു യഥാർത്ഥ രൂപം. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യൻ എങ്ങനെ ഇരിക്കണം, അത് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ രാമനെ പോലെ ചിട്ടയായിട്ട് ജീവിതം നടത്തുന്നവർ കൃഷ്ണനെ പോലെ ആനന്ദിക്കാൻ പറ്റും. അതാണ് ആദ്യം രാമാവതാരം.
പിന്നിൽ കൃഷ്ണാവതാരം. ഇതൊക്കെ സൃഷ്ടി വിഷയം തന്നെ. വരാഹം പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. വരാഹം പറഞ്ഞാൽ പന്നിയിൽ മാത്രം അർത്ഥം വിചാരിക്കരുത്. ഇതൊക്കെ തത്വമാണ്. ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും വരാഹ ഭഗവാൻ വന്നു പറഞ്ഞാൽ അതിൻ്റെ തത്വം എന്താ? ബ്രഹ്മാവ് പറയുന്നത് ഒരു 4 തലമുള്ള ഒരാളില്ലേ, സ്വയം വേദമയോ വിധാത. ഋഗ്, യജുർവേദം, സാമവേദം, അഥർവണവേദം, ഇത് 4 വേദങ്ങളാണ് ബ്രഹ്മ. വേദത്തിൽ എന്താ പറയുന്നത്? യജ്ഞമാണ് പറയുന്നു. അതാണ് യജ്ഞവരാഹൻ. സാധാരണ പന്നി പറയാറില്ലേ യജ്ഞവരാഹ. ഇപ്പം വേദം നമുക്ക് യജ്ഞം പറഞ്ഞു കൊടുക്കുന്നു, എങ്ങനെ യജ്ഞം ചെയ്യണം, അതാണ് വേദം നമുക്ക് പഠിപ്പിക്കുന്നു. യജ്ഞവരാഹൻ. ആ യജ്ഞവരാഹ ഭഗവാന്റെ ആദ്യം ഭാഗവത പാരായണത്തിൽ ആദ്യത്തെ അവതാരമാണ് വരാഹ അവതാരമായിട്ട് വർണ്ണിക്കുന്നു. കാരണം എന്താ? വരം 2 പദങ്ങളുടെ ചേർച്ചയാണ് വരാഹം. വരാഹ, വര, അഹസ്. വരം പറഞ്ഞാൽ ശ്രേഷ്ഠം, അഹസ് പറഞ്ഞാൽ പകൽ. ശ്രേഷ്ഠമായ ദിനം. എന്ന് ശ്രേഷ്ഠമായ ദിനം? ഭാഗവതം ആരംഭിക്കുന്ന ദിനം തന്നെ ശ്രേഷ്ഠമായ ദിനം. അതാണ് ആദ്യം വരാഹാവതാരം. ആ വരാഹ ഭഗവാന്റെ തേറ്റയിലാണ് ഭൂമി നിൽക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വരാഹ ഭഗവാൻ ധർമ്മമാണ്, യജ്ഞമാണ്. യജ്ഞത്തിൻ്റെ ആധാരത്തിലാണ് ഭൂമി നിലനിൽക്കുന്നു. ഈ ഭൂമിയിൽ യജ്ഞം കുറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ജ്ഞാനയജ്ഞമോ തത്വയജ്ഞമോ ഇതൊക്കെ കുറയുമ്പോൾ പിന്നെ സുനാമി വരും, ഭൂമി നഷ്ടപ്പെടും. അതാണ് ഭൂമി വെള്ളത്തിൽ മുങ്ങി പറഞ്ഞാൽ എന്താ? ഭൂമി പറയുന്നത് ഭൂമിയില്ലേ, ഭൂമിയിലിരിക്കുന്ന ജനങ്ങളാണ്. ഭൂമിയിലിരിക്കുന്ന ജനങ്ങൾ വെള്ളത്തിൽ മുങ്ങി. എന്തുകൊണ്ട് മുങ്ങി? ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ പറഞ്ഞാൽ എന്താ അർത്ഥം? ഹിരണ്യം പറഞ്ഞാൽ സുവർണം, അക്ഷം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആസക്തി. സുവർണം വേണം ആഗ്രഹിച്ച് എല്ലാവരും ഈ സംസാര സാഗരത്തിൽ, ഈ ദുഃഖസാഗരത്തിൽ മുങ്ങുന്നു എല്ലാവരും. അങ്ങനെ മുങ്ങിപ്പിച്ച ആളാരാണ്? ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ പറയുന്നത് ലോഭം, ലോഭത്തിൻ്റെ ഒരു പ്രതീകമാണ് ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷനെ പറ്റി ഭാഗവത്തിൽ വർണ്ണിക്കുമ്പോൾ കട്യാ സുകാഞ്ച അർക്കമതീത്യതസ്ഥതു. ഹിരണ്യാക്ഷൻ വളർന്ന് വന്നു പറയുമ്പോൾ എന്താ അർത്ഥം? ഈ ലോഭത്തിനെ ജയിക്കാൻ പറ്റുന്നില്ല, കാമം ജയിക്കാൻ പറ്റും, ക്രോധം ജയിക്കാൻ പറ്റും. ഭാഗവത്തിൽ നീ പറയുന്നുണ്ട് സപ്തമസ്കന്ധത്തിൽ, കാമസ്യ അന്തഞ്ചക്ഷുത്രിഭ്യാം. കൂടുതൽ പസി, ദാഹം, കൂടുതൽ വിശപ്പ് ദാഹം വരുമ്പോൾ അപ്പോൾ കാമം ഉണ്ടാവുന്നില്ലേ, വേറെ ഒരു ആഗ്രഹം ഉണ്ടാവണില്ലേ? ആ പസിന് വേണ്ട അന്നം കിട്ടിയാൽ മതി, അത്രയും ഉണ്ടാവും, വേറെ ഒന്നും ആഗ്രഹം ഉണ്ടാവാറില്ല. കാമത്തെ ജയിക്കാൻ പറ്റും കൂടുതൽ വിശപ്പ് ദാഹം വരുമ്പോൾ. ക്രോധസ്യ ഏതത് ഫലോദയാത്. കോപം എന്തിനു വേണ്ടി വന്നോ ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ കോപം നശിക്കും. ഈ ലോഭം മാത്രമൊക്കെ, ലോഭം പേരാസൈ. ജനോയാതി നലോഭസ്യ ജിത്വാ ഭുക്ത്വാ ദിശോ ഭുവഃ. ഈ സപ്തദ്വീപ് ഭൂമിയും കിട്ടിക്കഴിഞ്ഞാൽ പോലും ഈ ലോഭം മദീന് തോണാറില്ല. വേണം ഇങ്ങനെ തോന്നിപ്പോവും. ഈ ലോഭത്തെ ജയിക്കാൻ പറ്റുന്നില്ലേ? പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർക്കും ഈ ലോഭം ജയിക്കാൻ പറ്റുന്നില്ലേ? ഭാഗവതം പണ്ഡിതന്മാർക്ക് ഇടയ്ക്ക് അടി കൊടുക്കുന്നുണ്ട്. പണ്ഡിത ഭഗവോപ്യത. ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരു ലോഭത്തെ ജയിക്കാൻ ആവണില്ലേ പറയുന്ന ഒരു പണ്ഡിതൻ പോലും സപ്താഹത്തിനെ വിളിച്ചാൽ എനിക്ക് 40,000 കൊടുത്താലേ ഞാൻ വരുള്ളൂ ഇങ്ങനെ പറയും. അപ്പോൾ പണ്ഡിത ഭഗവോപ്യേക്ക് ബഹുജ്ഞാ സംശയച്ചിത അസന്തോഷാത് പതന്ത്യധ. ഭാഗവതം പറയുന്നു, ഇങ്ങനെ പ്രഭാഷണം ചെയ്യുന്ന ആൾക്ക് പോലും ആ ലോഭത്തെ ജയിക്കാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ ഇടയ്ക്ക് ഭാഗവത്തിൽ പറയുന്നു, ആ ലോഭമാണ് ഹിരണ്യാക്ഷൻ. ആ ലോഭം കൊണ്ടാണ് ഈ മനുഷ്യന്മാർ ദുഃഖസാഗരത്തിൽ മുങ്ങുന്നു. അപ്പോൾ വരാഹ ഭഗവാൻ ആരാണ്? തൃപ്തി സ്വരൂപമാണ് വരാഹം. തൃപ്തിയിൽ എപ്പോൾ ഉണ്ടാവും? സ്വയം ആസ്വദിക്കുമ്പോൾ തൃപ്തി ഉണ്ടാവാറില്ല, അടുത്തവർക്ക് കൊടുക്കുമ്പോഴാണ് തൃപ്തി. നോക്കൂ, 2 ഗ്ലാസ് പാൽപ്പായസം സ്വയം കഴിക്കുമ്പോൾ തൃപ്തി ഉണ്ടാവാറില്ലേ, അടുത്തവർക്ക് ഒരു ഗ്ലാസ് പാൽപ്പായസം കൊടുത്ത് അവർ കഴിക്കുന്നത് നോക്കുമ്പോഴാണ് തൃപ്തി ഉണ്ടാവും. ഒരു നല്ല വിശപ്പുള്ള ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുത്ത് നോക്കും, അവരുടെ കണ്ണ് നോക്കുമ്പോൾ തന്നെ ആ തൃപ്തി നമുക്ക് ഉണ്ടാവും. അടുത്തവർക്ക് കൊടുക്കുമ്പോഴാണ് തൃപ്തി. ഏത് അനുഭവവും സ്വയം അനുഭവിക്കുമ്പോൾ ഉണ്ടാവാറില്ലേ, അടുത്തവർ അനുഭവിക്കുന്നത് കാണുമ്പോഴാണ് തൃപ്തി. അതിനുവേണ്ടി ഓരോരോ രസം വേണ്ടവർ അതിനു വേണ്ടി ഒരു CD വാങ്ങിയിട്ട് നോക്കുന്നു. എന്തിനാ? കാരണം അവരനുഭവിക്കാൻ വേണ്ടിയില്ല, അടുത്തവർ അനുഭവിക്കുന്നത് നോക്കാൻ വേണ്ടി. ഹാസ്യരസം ഉള്ളവർ അതിനൊരു ഹാസ്യമുള്ള തമാശ ഉള്ള ഒരു CD ഇട്ട് അതിങ്ങനെ നോക്കി സ്വയം ആസ്വദിക്കുന്നു. അപ്പോൾ എന്താ? ഇവർ ആസ്വദിക്കുന്നതിനേക്കാൾ അടുത്തവർ ആസ്വദിക്കുന്നത് നോക്കുമ്പോഴാണ് തൃപ്തി ഉണ്ടാവും. അപ്പോൾ വരാഹ ഭഗവാൻ എന്ത് ചെയ്തു? തൃപ്തി എപ്പോഴും ഉണ്ടാവും? അടുത്തവർക്ക് കൊടുക്കുമ്പോഴാണ്. ഭൂമിയെ കൊണ്ടുവന്ന വരാഹ ഭഗവാൻ
എന്തു ചെയ്തു? സ്വയം സ്വീകരിച്ചിട്ടില്ലേ? കൊടുത്തു. മനു ഭഗവാന്റെ കയ്യിൽ രക്ഷിച്ചോളൂ. അങ്ങനെ അടുത്തവർക്ക് കൊടുക്കുമ്പോഴാണ് തൃപ്തി ഉണ്ടാവും. ഭാഗവതം തന്നെ ആ വാക്കിൽ തന്നെ എല്ലാം പറഞ്ഞിരിക്കുന്നു. ഭാശബ്ദോ ഭക്തിവചന ഗശബ്ദോ ഗതിവാചക വകാരശ്ച വരപ്രോക്ത തകാരസ്തത്വവാചക. ചില ആളുകൾ കഥ മാത്രം വേണം പറയും, ചില ആളുകൾ തത്വം മാത്രം വേണം പറയും. ഇപ്പോൾ കഥ മാത്രം വേണം തത്വം മാത്രം വേണം ഇങ്ങനെ പറയാൻ പാടില്ലേ. സാമ്പാർ മാത്രം ഒഴിച്ചോളൂ, സാമ്പാർ വേണം, കഷ്ണം മാത്രം ഇട്ടാൽ മതി, അങ്ങനെ പറയാൻ പാടില്ലേ. രണ്ടും വേണം. സാമ്പാർ വേണം, അപ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാം കിട്ടില്ലേ. ചില ആൾക്ക് കഷ്ണം മാത്രം വിളമ്പി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് കഷ്ണം കിട്ടാതാവും. സാമ്പാർ മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒടുവിലിരിക്കുന്നവർക്ക് കഷ്ണം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ സാമ്പാർ വേണം, കഷ്ണം വേണം. അതുകൊണ്ട് വ്യാസൻ ഒരു മൂഢനില്ലേ, കഥയും പറഞ്ഞു ഒപ്പം കാര്യവും പറഞ്ഞു. അപ്പോൾ എന്താ, കഥ വേണ്ട കാര്യം മാത്രം പറയാൻ ആവുന്നില്ലേ? ഇടയ്ക്ക് കഥ കുറച്ച് വേണം, രണ്ടും വേണം. കഥ പറയുന്നത് എന്തിനാ? തത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നല്ല ഉദാഹരണം പറയാം. മോദകം പോലെ തന്നെ ഭാഗവതം. മോദകം എന്തിനാ എല്ലാവരും കഴിക്കുന്നു? ആ മോദകത്തിൻ്റെ ഉള്ളിൽ ഒരു മധുരമായ ഒരു സാധനമുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയാണ് മോദകം കഴിക്കുന്നു. ആ മധുരമായിരിക്കുന്ന സാധനം കഴിക്കണം. അത് നേരിട്ട് കഴിച്ചാൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ലേ, കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഉപ്പ് കലർന്ന മാവിൽ ആ ഒരു മധുരം ഉള്ളിൽ വെച്ച് കഴിക്കുമ്പോൾ എന്താവും? ഇത്ര കഴിക്കാൻ പറ്റുന്നവർക്ക് കുറച്ച് കൂടുതൽ കഴിക്കാൻ പറ്റും. അപ്പം മോദകത്തിൻ്റെ പ്രയോജനം എന്താ? ആ മാധുര്യം അനുഭവിക്കാൻ വേണ്ടിയാണ്. അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിനു വേണ്ടിയാണ് ഒരു ഉപ്പ് കലർന്ന മാവിൻ്റെ ഉള്ളിൽ ആ മധുരം വയ്ക്കുന്നു. ആ ഉപ്പ് കലർന്ന മാവ് പോലെ തന്നെ കഥ, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന മധുരം പോലെ തന്നെ തത്വം. അതിനു വേണ്ടി തത്വത്തിന് വേണ്ടി കൂടുതൽ ചില മാമിമാർ, ചില സ്ത്രീകൾ എന്ത് ചെയ്യും? കൂടുതൽ മോദകം ചെയ്യാൻ വേണ്ടി കുറച്ച് ഇങ്ങനെ മധുരം വെച്ച് കൂടുതൽ മോദകം തയ്യാറിക്കും. അതുപോലെ തന്നെ ബാക്കി സത്രങ്ങളൊക്കെ നമ്മുടെ തത്വസമീക്ഷാ സത്രം കൂടുതൽ മാധുര്യം വെച്ച് ഒരു കുഴക്കട്ടെ മോദകം പോലെ എങ്കിൽ നമുക്ക് പറയാം. അപ്പം മാധുര്യം, ആ മാധുര്യമാണ്, ആ മധുരത്തിന് വേണ്ടിയാണ്, ആ തത്വം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നിങ്ങളുടെ തത്വസമീക്ഷാ സത്രം. ഇപ്പോൾ സൃഷ്ടി എങ്ങനെ ചെയ്യണം ഭാഗവതത്തിനെ പറയുന്നു. ഇത് 9ാമത്തെ സത്രമല്ലേ. എല്ലാം 9 പറയുമ്പോൾ അതൊരു പ്രത്യേക സംഖ്യയാണ്. നവരത്നം പറയാം, അല്ലെങ്കിൽ നവരസം. ഭക്തിശാസ്ത്രത്തിൽ പറയുന്ന നവരസം, നവവിധമായ ഭക്തി എല്ലാം. നവം പറഞ്ഞാൽ 9 മാത്രം അർത്ഥമില്ല, നവം പറഞ്ഞാൽ പുതിയതിന് ഒരർത്ഥം. 9 സത്രമായാലും ഈ സത്രം പുതിയതായിട്ട് തന്നെ തോന്നുന്നു. എത്ര പ്രാവശ്യം അതേ ആചാര്യന്മാർ തന്നെ വീണ്ടും വരുന്നു, അതേ ആചാര്യന്മാർ തന്നെ വീണ്ടും പറയുന്നു. എന്തായാലും ഭാഗവതം നവം തന്നെ. തദേവ രമ്യം രുചിരം നവം നവം തദേവ സസ്വന്മനസോ മഹോത്സവം തദേവ ശോകർണവശോഷണം നൃണാം. ദ്വാദശസ്കന്ധത്തിൽ പറയുന്നുണ്ട് തദേവ രമ്യം രുചിരം നവം നവം. ഈ തത്വമായിട്ട് പറഞ്ഞാലും കഥയായിട്ട് പറഞ്ഞാലും എന്നാലും ഭാഗവതം എത്ര പ്രാവശ്യം എങ്ങനെ പറഞ്ഞാലും അത് നവം തന്നെ. തദേവ സസ്വൻ മനസോ മഹോത്സവം. ആ മനസ്സിന് ഉത്സവം കൊടുക്കുന്നത് ഒരു മഹാഗ്രന്ഥമാണ് ഭാഗവതം. ആ ഭാഗവതത്തിൻ്റെ സാധാരണ സൃഷ്ടി രീതിയിൽ എന്താ? ആദ്യം നാരായണത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായി. കാരണം സാധാരണ വെറുതെ ഇരിക്കുന്ന ബ്രഹ്മത്തിനെ സൃഷ്ടി ചെയ്യാൻ പറ്റില്ല. ആ നാരായണത്തിൽ നിന്നും ആ മായ ഉണ്ടായി, മായയിൽ നിന്നും അഹങ്കാരം ഉണ്ടായി. ആ അഹങ്കാരം 3 വിധം. സാത്വികം, കാരണം ഭാഗവത്തിൽ പറഞ്ഞ സൃഷ്ടി ഒന്ന് പറയണം, വെറുതെ ആധുനിക സൃഷ്ടി മാത്രം പറഞ്ഞാൽ പോരാ. ഭാഗവത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നു അതിൽ ഒന്ന് ചേർക്കണം. 3 വിധമായി അഹങ്കാരം പിരിവ് 3 വിധമായി: സാത്വികം, രാജസം, താമസം. താമസ അഹങ്കാരത്തിൽ നിന്നും ആദ്യം തന്മാത്രകളും, തന്മാത്രയിൽ നിന്നും ഭൂതങ്ങളും. ആദ്യം സ്പർശമുണ്ടായി, സ്പർശത്തിൽ നിന്നും ആദ്യം ശബ്ദം, ശബ്ദത്തിൽ നിന്നും ആകാശം, സ്പർശത്തിൽ നിന്നും വായു. ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളുടെ സൃഷ്ടിയാണ് താമസ അഹങ്കാരത്തിൽ നിന്നും. രാജസ അഹങ്കാരത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായി. സാത്വിക അഹങ്കാരത്തിൽ നിന്നും മനസ്സ്, ഇന്ദ്രിയ അഭിമാനി ദേവന്മാരൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഇന്ദ്രിയങ്ങൾ ഉണ്ടായിട്ട് അവരവരുടെ കാര്യം അതത് പ്രത്യേകം ഒരു സൂക്ഷിക്കാൻ വേണ്ടി ഒരു മാനേജറെ പോലെ തന്നെ ഇന്ദ്രിയ അഭിമാനി ദേവന്മാരൊക്കെ. കാരണം ഒരു മാനേജർ ഉണ്ടായാലേ ഇതൊക്കെ ശരിയായി നടക്കുള്ളൂ. ഇപ്പോൾ കാരണം ഇപ്പോൾ ഇത്ര അതിൻ്റെ കാര്യം ഒരാൾക്കും ഇങ്ങനെ മൂക്ക് കൊണ്ട് കാണാൻ പറ്റുന്നില്ലേ, മൂക്കടച്ച് ശ്വസിക്കാനും പറ്റുന്നില്ലേ,
ചെവി കൊണ്ട് കാണാൻ പറ്റില്ല. അവരവരുടെ കാര്യം ആ ഇന്ദ്രിയങ്ങൾ അത് തന്നെ ചെയ്യുന്നു. കണ്ണ് കാണുന്നു. ഇതൊക്കെ സൃഷ്ടിയുടെ അത്ഭുതമാണ്. അതിൻ്റെ കാര്യം അത് തന്നെ ചെയ്യുന്നു. ഇതിൽ ചില അത്ഭുതവും നമുക്ക് കാണാം. കണ്ണ് എല്ലാം കാണുന്നു, തൊട്ടടുത്തിരിക്കുന്ന ചെവി കാണാൻ പറ്റുന്നില്ല കണ്ണുക്ക്. നോക്കി എത്ര ശ്രമിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. സാധാരണ പറയാറുണ്ട് കർണാന്ത ദീർഘണയനഹ അങ്ങനെ പറയാറുണ്ട്. കാത് വരെ നീണ്ട കണ്ണുകൾ അങ്ങനെ പറയാറുണ്ട് കവികൾ. കാത് വരെ നീണ്ട കണ്ണായാലും ആ കണ്ണിന് കാതിന് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഭഗവാൻ തൊട്ടടുത്ത് ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. ഇവിടെ ഇങ്ങനെ അടുത്തിരിക്കുന്നു. ഇങ്ങനെ ഓരോരോ കാര്യം അവരവരുടെ കാര്യം അത് തന്നെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇതിലെന്താ ഒരു അത്ഭുതം? ഈ ശ്വാസം വലിക്കുന്നു, ഈ കൂർക്കം വലിക്കുന്ന ഒരാൾ കൂർക്കം വലിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളുടെ ഉറക്കം പോകുന്നു. ഈ കൂർക്കം വലിക്കുന്ന ആൾ അറിയുന്നില്ലേ. എന്താ അത്ഭുതം, ഭഗവാന്റെ സൃഷ്ടി അത്ഭുതം. ഈ കൂർക്കം വലിക്കുന്ന ആൾ ഇത് അറിയുന്നില്ലേ. അടുത്തവർക്ക് ചാടി എഴുന്നേക്കണം പേടിച്ച്. ഇയാളുടെ കൂർക്കം കേട്ട് ഈ പുലി ഗർജന സിംഹഗർജന പോലെ പിന്നെ ഉണർത്തി എന്തിനാ കൂർക്കം വലിക്കുന്നു, അങ്ങനെ വലിച്ചോ ചോദിച്ചു ഇയാൾ. കാരണം ഈ കൂർക്കം വലിക്കുന്ന ആൾക്ക് അയാൾ അത് അറിയുന്നില്ലേ. ഇതൊക്കെ ഭഗവാന്റെ എന്താ സൃഷ്ടി അത്ഭുതം. എല്ലാം അത്ഭുതം തന്നെ ഭഗവാന്റെ സൃഷ്ടി. തം അത്ഭുതം ബാളകം പറയുന്നത് പോലെ എല്ലാം അത്ഭുതം തന്നെ. ഇങ്ങനെ ഇന്ദ്രിയാഭിമാനി ദേവന്മാർ പിന്നെ ഇന്ദ്രിയങ്ങൾ ഇരിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഓഫീസ് പോലെ നമുക്ക് ഇത് സങ്കല്പിക്കാം. ഈ ശരീരം തന്നെ ഒരു ഓഫീസ്. അതിൽ ഓരോരോ ഇന്ദ്രിയങ്ങളാണ് ഓരോരോ കാര്യം ചെയ്യാൻ വേണ്ടി ഓരോരോ ഇന്ദ്രിയം. ആ ഇന്ദ്രിയത്തിന് വേണ്ടി ഓരോരോ സ്വിച്ച് പോലെ ഈ കണ്ണ് അത് ഇന്ദ്രിയാഗ്രവർത്തി ഇങ്ങനെ പറയാറുണ്ട്. അത് അഭിമാനി ദേവന്മാരൊക്കെ ഉണ്ട്. സ്വിച്ച് മാത്രം ഉണ്ടായാൽ പോരാ, അത് ആൺ ചെയ്യാൻ ഒരാൾ വേണം. സ്വിച്ച് മാത്രം ഉണ്ടായിട്ട് ലൈറ്റ് ഉണ്ടായിട്ട് കറണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല. സ്വിച്ച് ആൺ ചെയ്താലേ ലൈറ്റ് കത്തുള്ളൂ. അത് ആൺ ചെയ്യാനുള്ള ആൾ പോലെ തന്നെ ഇന്ദ്രിയ അഭിമാനി ദേവൻ. ഓരോരോ ഇന്ദ്രിയത്തിനും ഓരോരോ അഭിമാനി ദേവന്മാർ. എല്ലാത്തിനും പ്രത്യേക സ്വിച്ച് ഉണ്ടായാലും വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ മെയിൻ സ്വിച്ച് കൊണ്ട് ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഓഫ് ചെയ്യാറുണ്ട്. അതാണ് മെയിൻ സ്വിച്ച് മനസ്സ്. ആ മനസ്സാണ് മെയിൻ സ്വിച്ചും. ആ മനസ്സ് പ്രവർത്തിച്ചിട്ടെങ്കിൽ ഒന്നും കാര്യമില്ല. ചില ആളുകളുടെ ഇരുന്നിരിക്കും, കഥ കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവരും പൊട്ടി ജയിക്കുമ്പോൾ ഉറങ്ങിയ ആൾ ചോദിക്കും എന്തിനാ ചിരിച്ചു എല്ലാവരും. കാരണം ഇയാൾ ഇവിടെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് വേറെ എന്തോ ചിന്തിച്ചിരിക്കുന്നു. അപ്പോൾ കഥ കേട്ടിട്ടില്ലേ. അപ്പം മനസ്സാണ് മെയിൻ സ്വിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്ന് മനസ്സ് മെയിൻ സ്വിച്ചും അന്ന് മനസ്സാകുന്ന മെയിൻ സ്വിച്ച് അതിന് ഒരു പ്രധാനമായ ഒരു മാനേജറാണ് ജീവാത്മ. ഈ ശരീരമാകുന്ന ഈ ഒരു ഓഫീസ് നടത്താൻ വേണ്ടി മാനേജറാണ് ജീവാത്മ. ഇന്ദ്രിയങ്ങളൊക്കെ ലേബറർ അതൊക്കെ കാര്യങ്ങളൊക്കെ ആ ജോലി ചെയ്യുന്ന ആളുകൾ. ഇതിൻ്റെ മുതലാളിയാണ് പരമാത്മ. പരമാത്മാവിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ ശരീരമാകുന്ന ഓഫീസ് നടക്കും. പരമാത്മനെ ഇഷ്ടമില്ലെങ്കിൽ മൂടി വെച്ച് പോകും, പോയിക്കോളൂ, എല്ലാം വേണ്ട, അങ്ങനെ മാറ്റും. മുതലാളിയാണ് പരമാത്മ. ഈ മുതലാളിക്ക് ഏതൊരു ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഈ ഓഫീസിൽ നടക്കുമ്പോൾ ആർക്കാണ് ഇതിനെ പ്രയോജനം? ആ ജീവാത്മാവിനെയാണ് പ്രയോജനം. അതിനുവേണ്ടിയാണ് ആദ്യം പറയുന്നു. ഈ സൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ ഭട്ടതിരി പറയുന്നു, ഗുരുവായൂരപ്പനോട് പറയുന്നു, കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവക്ഷേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതം അജിതമയാ നൈവ മദ്യാഭിജാനേ നോ ചേജ്ജീവാഃ കഥം വാ മധുരതരമിദം തദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസദ്ധാ സുധാംബോധിപൂരേ രമേരന്ന്. കഷ്ടാതെ സൃഷ്ടി ലീല പറയാം. അദ്ദേഹം സൃഷ്ടി ലീല പറഞ്ഞിട്ടില്ല, സൃഷ്ടി ചേഷ്ട പറഞ്ഞു. വാനര ചേഷ്ട എന്ന് പറയുന്നത് പോലെ സൃഷ്ടി ചേഷ്ട. ഇങ്ങനെ ഒരു സൃഷ്ടി ചെയ്തില്ലേ ഭഗവാനെ. ഈ സൃഷ്ടിയിൽ എത്ര സങ്കടം, എത്ര ആൾക്ക് എത്ര സങ്കടം. ഭഗവാൻ പറയുന്നു, സങ്കടപ്പെടുത്താൻ വേണ്ടി സൃഷ്ടി ചെയ്തിട്ടില്ലേ, ഒരാളെയും ആനന്ദിപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാം വെറുതെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ അമ്മ ഉണർത്തുന്നത് പോലെ തന്നെ ഭഗവാൻ ഇങ്ങനെ മായയിൽ ഉറങ്ങിക്കിടക്കുന്ന ജീവന്മാരെ സൃഷ്ടി ചെയ്ത് ഭഗവാൻ ഉണർത്തുന്നു. അവരവർക്ക് വേണ്ട കളി വേணுന്ന കുട്ടികൾക്ക് കളിപ്പാട്ടമൊക്കെ കൊടുക്കുന്നു അമ്മ. ചില കുട്ടികൾ പറയുന്നത് എനിക്ക് കളിപ്പാട്ടം വേണ്ട, അമ്മ തന്നെ വേണം പറയുന്ന കുട്ടിയെ അമ്മ എടുക്കുന്നു. ആത്മനെ അകൽപ്പനായച്ച് വിഷയസുഖം വേണം, സംസാരസുഖം വേணுന്നവർക്ക് സംസാരസുഖം വേണ്ട, എനിക്ക് അമ്മ തന്നെ മതി പറഞ്ഞ കുട്ടിക്ക് അമ്മ എടുക്കുന്നത് പോലെ എനിക്ക് ഗുരുവായൂരപ്പൻ മതി പറയുന്നവർക്ക് ഭഗവാൻ ഗുരുവായൂരപ്പൻ എടുത്തോളും. സൃഷ്ടി നമ്മുടെ ഒരു കരുണ കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ
സൃഷ്ടി ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നു. ഭാഗവത്തിൽ തന്നെ ഈ സൃഷ്ടിയെ അഭിമാനി ദേവന്മാരൊക്കെ സ്തുതി ചെയ്യുന്ന ഒരു ഗംഭീര സ്തുതി ഉണ്ട്. ആ സ്തുതി കൊണ്ട് കേൾപ്പിക്കാം. നിറച്ച് ശ്ലോകമുണ്ട്, ഒരു 10-12 ശ്ലോകം, അല്ല 1-2 ശ്ലോകം നമുക്ക് ഇവിടെ ഈ ഇന്ദ്രിയ അഭിമാനി ദേവന്മാർ ഭഗവാനെ സ്തുതിക്കുന്നു. നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമ ആതപത്രം യന്മൂലകേതായതയോഞ്ജസോരു സംസാരദുഃഖം ബഹി രുക്ഷിപന്തി. ഭഗവാനെ സാധാരണ ഭഗവാന്റെ ചരണം ഒരു താമരയായിട്ട് പറയാറുണ്ട്. ചരണാരവിന്ദം ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഭഗവാന്റെ ചരണത്തെ ഒരു കോടാലിയായിട്ട് പറയുന്നുണ്ട് തൃതീയ സ്കന്ധത്തിൽ. ഇവിടെ ഒരു പുതിയതായിട്ട് വർണ്ണിക്കുന്നു. പ്രപന്ന താപ ഉപശമ ആതപത്രം. ഭഗവാന്റെ ചരണം നല്ല കൊടയാണ്, നല്ല കൊട. കാരണം ഈ സംസാര ദുഃഖം ഉണ്ടല്ലോ, ഈ സംസാരമാകുന്ന വെയിൽ, ഈ വെയിൽ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ ഭഗവാന്റെ ചരണമാകുന്ന കൊട പിടിച്ചോളൂ. പ്രപന്ന താപ ഉപശമ ആതപത്രം യന്മൂലകേത. ഈ മഹർഷിമാരൊക്കെ സന്യാസിമാരൊക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ എന്താ കാരണം? ആ ഭഗവാന്റെ ചരണം പിടിച്ചതിൻ്റെ ഒരു ആനന്ദം കൊണ്ടാണ്. സംസാര ദുഃഖം ഭഗി ഉക്ഷിപന്തി. ഈ താപത്രെയും കൂടെ സങ്കടപ്പെടുന്ന ഈ ജീവന്മാർ ആത്മൻ ലഭന്തേ ഭഗവന്. ആ ഭഗവാൻ എവിടെയാണ്? സ്വന്തം ഉള്ളിൽ തന്നെ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്വാമിജി പറയുന്നുണ്ട്, ആത്മൻ ലഭന്തേ ഭഗവന് തവാംഗ്രിച്ഛായാം സവിദ്യാമത ആശ്രയേമ മാർഗന്തി യത്തേ മുഖപത്മനീടൈഃ ഛന്ദസ്സുപർണൈഃ. മുഖപത്മനീടൈഃ. സാധാരണ പക്ഷികൾ കൂട്ടിലേക്ക് പോകും. ഇവിടെ കൂട്ടിൽ നിന്നും പക്ഷികൾ പുറത്തു വരണം. ഭഗവാന്റെ മുഖമാണ് കൂടും. ആ കൂട്ടിൽ നിന്നും വേദമാകുന്ന പക്ഷികൾ വരുന്നുണ്ട്. ഛന്ദസ്സുപർണൈഃ ഋഷയോ വിവിക്തേ. ആ വേദമാകുന്ന പക്ഷിയെ കൊണ്ടാണ് ഭഗവാന്റെ മുഖമാകുന്ന ആ കൂട്ടിലേക്ക് മഹാത്മാക്കൾ എത്തിച്ചേരുന്നു, ഭഗവാന്റെ അടുത്ത് വരണം. യത് ശ്രദ്ധയാ. ആ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ രൂപം ധ്യാനിച്ചു കൊണ്ട് തന്നെ ഈ ശരീരം, ഈ മനസ്സുകൊണ്ട് ശുദ്ധമാക്കണം. യത് ശ്രദ്ധയാ ശ്രുതവത്യാച്ച ഭക്തിയാ സമൃജ്യമാനേ ഹൃദയേ. കാരണം ജ്ഞാനം പറഞ്ഞാൽ അത് അനുഭവത്തിൽ കിട്ടണില്ല. ആ ജ്ഞാന അനുഭവത്തിൽ കിട്ടണമെങ്കിൽ ഈ മനസ്സുകൊണ്ട് ശുദ്ധമാവണം. ഈ മനസ്സ് ശുദ്ധമാക്കണമെങ്കിൽ ഭക്തി കൊണ്ട്. യത് ശ്രദ്ധയാ ശ്രുതവത്യാച്ച ഭക്തിയ. ഈ ഭഗവാനെ പറ്റിയുള്ള കഥകൾ കേട്ട് ആ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ നാമങ്ങളെ ജപിച്ച് ശുദ്ധമായ ഹൃദയത്തിലാണ് ജ്ഞാനേന വൈരാഗ്യബലേന. വൈരാഗ്യബലം കൊണ്ട്, ആ ജ്ഞാനം കൊണ്ടാണ് മഹാത്മാക്കൾ നിൻ്റെ ചരണം പ്രാപിക്കുന്നു. മഹാത്മാക്കൾ ഈ സൃഷ്ടി എന്തിനാ ഭഗവാൻ നടത്തുന്നു? ഇവിടെ പറയുന്നു പാണേന തേ ദേവ കഥ. ഭട്ടത്തിൽ ഈ വാക്യമാണ് അവിടെ കഷ്ടാത്തെ സൃഷ്ടിച്ചിട്ടാണ് ഇവിടെ പറയുന്നുണ്ട്. സൃഷ്ടി എന്തിനാ നടത്തുന്നു? ഗുരുനാഥൻ പറയാറുണ്ട്, ഈ സൃഷ്ടി എന്തിനാ നടത്തുന്നു ഭഗവാൻ? സൃഷ്ടി നടത്തി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഭൂലോകം ഉണ്ടാവും. ആ ഭൂലോകത്തിൽ കേരളം ഉണ്ടാവും. കേരളത്തിൽ വടക്കാഞ്ചേരി ഇങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടാവും. ആ വടക്കാഞ്ചേരി എന്ന സ്ഥലത്തിൽ ഇങ്ങനെ പാറളിക്കാട് എന്നൊരു സ്ഥലമുണ്ടാവും. അവിടെ സൃഷ്ടി നടത്തുമ്പോൾ തന്നെ ഈ ഭൂമാനന്ദ മഹാരാജ് ആവിർഭവിക്കും. പിന്നെ തത്വസമീക്ഷാ സത്രം, ഈ നൈമിഷാരണ്യ സ്ഥലം ഞാൻ പറയണം, ചന്ദ്രശേഖര ശർമ്മ പറയണം, നിങ്ങളെല്ലാവരും കേൾക്കണം. ഇത് നമ്മ ഭാഗവതം കേൾക്കാൻ വേണ്ടിയാണ് സൃഷ്ടി നടത്തി. അങ്ങനെ ദേവൻ, ഞാൻ പറയുന്നില്ലേ, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാണേന തേ ദേവ കഥാസുധായാഹ. ഇങ്ങനെ ഒരു സൃഷ്ടി നടത്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പന്തലിട്ട് ഇങ്ങനെ ഇരുന്ന് നമുക്ക്, കാരണം അങ്ങനെ ഒരു മഹാത്മാ ഭൂമാനന്ദാവ് പോലെ ഒരു മഹാത്മാ ഇങ്ങനെ ഒരു ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത്, കാരണം എന്തിനാ? എല്ലാവരും ഈ ഭഗവാന്റെ കഥ കേട്ട് ഭഗവാന്റെ തത്വം മനസ്സിലാക്കി ആനന്ദിക്കട്ടെ, അതിനു വേണ്ടിയാണ്. പാണേന തേ ദേവ കഥാസുധായാഹ. അപ്പോൾ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയാണ്, ഇങ്ങനെ സത്രം നടത്താൻ വേണ്ടിയാണ് സൃഷ്ടി എന്ന് പറയുന്നു ഭാഗവത്തിൽ ദേവന്മാർ. പ്രവൃത്ത ഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യ ബോധം യഥാഞ്ജസാൻവീയുരകുണ്ഠധിഷ്ണ്യം. ആ ഭഗവാന്റെ ചരണം ചില യോഗികൾ പ്രാപിക്കുന്നു. എങ്ങനെ? ആത്മസമാധി യോഗേന യോഗബലേന ജിത്വ. തൻ്റെ യോഗബലം കൊണ്ട്, യോഗം ധ്യാനം അഭ്യാസം കൊണ്ട് ആ മായയെ ജയിച്ച് ഭഗവാനെ പ്രാപിക്കുന്നു. ഭക്തന്മാർക്ക് അങ്ങനെ സങ്കടം ഇല്ല. തേഷാം ശ്രമസ്യാത് നതു സേവയാതെ. കാരണം ഈ മായയെ ജയിക്കാൻ വേണ്ടി ഭക്തന്മാർക്ക് പ്രയത്നം വേണ്ട. ഭഗവാൻ സ്വയം തന്നെ ആ മായ മാറ്റി ഭക്തന്മാർ അനുഗ്രഹിക്കും. ത്വാമേവ ധീര പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാത് നതു സേവയാതെ. ഇങ്ങനെ ദേവന്മാർ, ഇന്ദ്രിയ അഭിമാനി ദേവന്മാർ സ്തുതിക്കുന്ന
കാരണം ഭാഗവതം അവിടെ ഭക്തിയും ജ്ഞാനവും ചേർന്ന് ഗംഗാ യമുന പോലെ ഒരു ത്രിവേണി സംഗമമാണ് ഭാഗവതം. ത്രിവേണി പോലെ തന്നെ ഭാഗവതം. ഗംഗ, യമുന, സരസ്വതി പോലെ, ഗംഗയെ പോലെ ജ്ഞാനവും. അതുകൊണ്ടാണ് വലിയ വലിയ മഹാത്മാക്കൾ പോലും ഭാഗവതത്തിനെ അനുഭവത്തിന് വേണ്ടി വച്ചിരുന്നു, പ്രമാണമായി സ്വീകരിച്ചിട്ടില്ലേ. ആദിശങ്കരന് മുമ്പ് തന്നെ ഭാഗവതം ഉണ്ടായി. എന്നിട്ടും ആദിശങ്കരൻ പ്രമാണമായി ഭാഗവതം എടുത്തിട്ടില്ലേ. അതേപോലെ രാമാനുജാചാര്യനും ഭാഗവത ശ്ലോകം പ്രമാണമായി പറഞ്ഞിട്ടില്ലേ. വിഷ്ണു പുരാണ ശ്ലോകങ്ങളാണ് ആദിശങ്കരനും രാമാനുജാചാര്യനും പറയാൻ കാരണം എന്താ? ഭാഗവതത്തിനെ ഒരാൾക്കും അത് പ്രമാണമായി പറയാൻ പറ്റുന്നില്ല. കാരണം ഭാഗവതം ബ്രഹ്മസൂത്രം പോലെ തന്നെ കാരണം വിശിഷ്ടാദ്വൈതികൾക്കും വേണ്ട പ്രമാണം അതിലുണ്ട്, അദ്വൈതികൾക്ക് വേണ്ട പ്രമാണം, ദ്വൈതികൾക്ക് വേണ്ട പ്രമാണം. മധ്വാചാര്യൻ മാത്രം ഭാഗവതത്തിന് ഒരു പ്രമാണമായി എടുത്ത് 1-2 പറയുന്നുണ്ട്. അപ്പോൾ എന്താ, ഭാഗവതം പ്രമാണമായി ഒരാളും എടുത്തിട്ടില്ല. ഇത് ഭാഗവതം അനുഭവ ഗ്രന്ഥമാണ്. അപ്പോൾ എല്ലാവരും അനുഭവിക്കുക, സ്വയം ആസ്വദിക്കുക, വായിച്ച് അനുഭവിക്കുക. അത് അനുഭവ ഗ്രന്ഥമാണ് ഭാഗവതം. കാരണം വ്യാസാചാര്യൻ്റെ അനുഭവം, ശുകാചാര്യൻ്റെ, മഹാത്മാക്കളുടെ അനുഭവമാണ് ഭാഗവതം. ആ അനുഭവം പറയാൻ പറ്റുമോ? സാധാരണ അനുഭവമൊന്നും പറയാൻ പറ്റില്ല. ലഡ്ഡു എങ്ങനെ ഇരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ലഡ്ഡു എങ്ങനെ പറയാൻ പറ്റുമോ? മധുരമായിരുന്നു, സ്വീറ്റായിരുന്നു. സ്വീറ്റ് എങ്ങനെ ഇരുന്നു? അങ്ങനെ അത് ലഡ്ഡു കഴിച്ചതുപോലെ അഭിനയിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. ലഡ്ഡു എങ്ങനെ ഇരുന്നു ചോദിച്ചാളുടെ വായിൽ ഒരു ലഡ്ഡു ഇട്ട് തരണം. അപ്പോൾ അവർ കടിക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു. ഒരു ലഡ്ഡു കഴിച്ച അനുഭവം പോലും പറയാൻ പറ്റുന്നില്ലേ. അങ്ങനെ ആവുമ്പോൾ ആ ഭഗവാന്റെ ആ അനുഭവമാണ്, മഹാത്മാക്കളുടെ അനുഭവമാണ് ഭാഗവതം. അതാണ് ഭാഗവതത്തിൻ്റെ ഒരു മഹിമ, അനുഭവ ഗ്രന്ഥം. ഇത് എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സൃഷ്ടിയെപ്പറ്റി പറഞ്ഞ 1-2 വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. ഒരു കീർത്തനം പാടി നമുക്ക് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ സുന്ദരനന്ദമുകുന്ദ ഹരിനാരായണ ഗോപാൽ. സുന്ദരനന്ദമുകുന്ദ ഹരിനാരായണ ഗോപാൽ. സുന്ദര അതിസുന്ദര അതിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഗോപാൽ. സുന്ദര അതിസുന്ദര അതിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഗോപാൽ. ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഗോപാൽ. ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഗോപാൽ. സുന്ദര അതിസുന്ദര അതിസുന്ദര മുകുന്ദ ഹരിനാരായണ ഗോപാൽ. വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി. വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി. വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി. വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി. नित 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 माखन चोरी गोपी मनगारी. नित 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 माखन चोरी गोपी मनगारी. सुंदर अति सुंदर अति सुंदर नंद मुकुंद हरिनारायण गोपाल. सुंदर अति सुंदर अति सुंदर मुकुंद हरिनारायण गोपाल. हरि केशव हरि गोविंद हरिनारायण गोपाल. हरि केशव हरि गोविंद हरिनारायण गोपाल. सुंदर नंद मुकुंद हरिनारायण गोपाल. सुंदर अति सुंदर नंद मुकुंद हरिनारायण गोपाल.
आओ रे कान्हा रे गोकुल के प्यारे, आओ रे कान्हा रे गोकुल के प्यारे, आओ रे कान्हा रे गोकुल के प्यारे, आओ रे गोकुल के प्यारे। गाओ रे नाचो रे रास रचाओ रे, गाओ रे नाचो रे रास रचाओ रे, सब गाओ रे सब नाचो रे सब रास रचाओ रे, सब गाओ रे सब नाचो रे सब रास रचाओ रे। सुंदर अति सुंदर नंद मुकुंदा हरि नारायण गोपाल, सुंदर अति सुंदर अति सुंदर नंद मुकुंदा हरि नारायण गोपाल, हरि केशव हरि गोविंदा हरि नारायण गोपाल, हरि केशव हरि गोविंदा हरि नारायण गोपाल, सुंदर नंद मुकुंदा हरि नारायण गोपाल, सुंदर नंद मुकुंदा हरि नारायण गोपाल, सुंदर नंद मुकुंदा हरि नारायण गोपाल, हरि नारायण गोपाल, हरि नारायण गोपाल, हरि हरि नारायण गोपाल, हरि हरि नारायण गोपाल। सर्वत्र गोविंद नाम संकीर्तनम गोविंद गो। जय बोल सद्गुरु महाराज की जय। स्वस्ति प्रजाभ्यः परिपालयन्तां न्याय्येन मार्गेण महीं महिषाः, गोब्राह्मणेभ्यः शुभमस्तु नित्यं, लोकाः समस्ताः सुखिनो भवन्तु। कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द। जय बोल सद्गुरु महाराज की जय। राधे श्याम, राधे श्याम।